ഏവർക്കും സഹകാരി റേസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഹിമാലയൻ നദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സിന്ധു നദിയും ബ്രഹ്മപുത്ര നദിയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗംഗാ നദിയാണ്. അപ്പോൾ നമ്മൾ ഹിമാലയൻ നദികളിൽ 3 നദികളാണ് പറഞ്ഞത്. അതിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ സിന്ധു നദിയും ബ്രഹ്മപുത്രയും നദിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗംഗയാണ്. അപ്പോൾ നമുക്കറിയാം ഹിമാലയൻ നദികളിൽ സിന്ധു നദി മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നത്. ബാക്കി ബ്രഹ്മപുത്രയും ഗംഗാ നദിയും കിഴക്കോട്ടൊഴുകി നമ്മുടെ ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാം. സോ എല്ലാവർക്കും അറിയാമെന്നുള്ള പോയിന്റാണ് അല്ലേ. അപ്പോൾ ഗംഗാ നദി പതിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ, ആ പോയിന്റ് നമുക്ക് അറിയാവുന്ന പോയിന്റാണ്. അതിനെ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഓക്കെ, നമ്മൾ ഗംഗാ നദിയെക്കുറിച്ച് പഠിക്കുന്നു. ഓക്കെ ആണേ. ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്നൊരു ചോദ്യം വരാം. ഗംഗാ നദിയുടെ ഉത്ഭവം, ഒറിജിൻ പ്ലേസ് എവിടെയാണ് എന്ന് ചോദിക്കാം. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. മറന്നുപോലെ ഗംഗാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഗോമുഖ് അല്ലെങ്കിൽ ഗായ്മുഖ് എന്ന ആ സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറന്നുപോലെ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗോമുഖ് ഗുഹ അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. മറന്നുപോലെ ഈ പോയിന്റ് ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ചോദിച്ചാൽ ഗോമുഖ്. ഓക്കെ, ഗോമുഖ് അല്ലെങ്കിൽ ഗായ്മുഖ് എന്ന് ഓർത്തു വയ്ക്കുക. ഗോമുഖ് ഗുഹയിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ. ഗംഗാ നദിയുടെ ഉത്ഭവം നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചു. ഈ ഉത്ഭവിക്കുന്ന സ്ഥലത്ത് ഗംഗാ നദി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഗംഗാ നദി ഉത്ഭവ സ്ഥലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ഓർക്കുക, ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അറിയപ്പെടുന്നേ? ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. മറന്നുപോലെ ഭാഗീരഥി എന്ന പേരിലാണ് ഉത്ഭവ സ്ഥലത്ത് ഈ ഗംഗാ നദി അറിയപ്പെടുന്നത്. മറന്നുപോലെ ഭാഗീരഥി എന്ന പേരിലാണ് ഉത്ഭവ സ്ഥലത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗീരഥി നദി പറയുമ്പോൾ നമ്മൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മറക്കാതെ ഓർക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തെഹരി അണക്കെട്ടാണ്. തെഹരി അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. ആ തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഭാഗീരഥി നദിയിലാണ്. ഭാഗീരഥി നദി അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെക്കുക, ഭാഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗീരഥി നദിയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തെഹരി അണക്കെട്ടാണ്. ആ തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാഗീരഥി നദിയിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഭാഗീരഥി നദി എവിടെ വെച്ചാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ഓർക്കുക, ഈ ഗംഗാ നദി ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത്, ഗംഗാ നദിയല്ല ഭാഗീരഥി നദി ഒഴുകി വരുന്ന സമയത്ത് അളകനന്ദ എന്ന നദിയുമായി കൂടിച്ചേരുന്നു. ഭാഗീരഥിയും അളകനന്ദ എന്ന നദിയും കൂടെ കൂടിച്ചേരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഭാഗീരഥി നദി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ആ ഒഴുകി വരുന്ന സമയത്ത് അളകനന്ദ എന്ന നദിയുമായി ഇത് കൂടിച്ചേരുന്നു. അതായത് ഭാഗീരഥി നദി കൂടിച്ചേരുന്നു. ആ സ്ഥലം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ആ സ്ഥലം കൂടിച്ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ദേവപ്രയാഗ് എന്നാണ് അറിയപ്പെടുന്നത്. ദേവപ്രയാഗ്. ഓക്കെ അല്ലേ. ദേവപ്രയാഗ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് പറയാം ഈ ഭാഗീരഥി നദിയും അളകനന്ദ നദിയും കൂടെ കൂടിച്ചേരുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് ദേവപ്രയാഗ് എന്നറിയപ്പെടുന്നു. ഈ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്നാണ് ഭാഗീരഥി നദി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അപ്പം മറന്നുപോലെ ഗംഗാ നദി ഉത്ഭവ സ്ഥലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭാഗീരഥി. അവിടെ ആ ഭാഗീരഥി നദിയിൽ ഒരു അണക്കെട്ടുണ്ട്, തെഹരി അണക്കെട്ട്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ക്ലിയർ. ആ ഭാഗീരഥി ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്നു. അപ്പൊ ആ ഭാഗീരഥിയും അളകനന്ദയും കൂടെ കൂടിച്ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ദേവപ്രയാഗ്. ഏത് പേരില? ദേവപ്രയാഗ് എന്നറിയപ്പെടുന്നു. ഈ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഗംഗാ നദി, അതായത് ഭാഗീരഥി എന്ന പേര് മാറ്റി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണെന്ന്
എവിടെയാണെന്ന് ചോദിച്ചാൽ ദേവപ്രയാഗ്. ഓക്കെ അല്ലേ, ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ പോയിന്റ് PSC ചോദിച്ചിട്ടുള്ളതാണ്, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്, മറന്നു പോകാതെ ഓർക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, ഈ ഗംഗാ നദിയുടെ ആകെ നീളം എത്രയാണ്? ഗംഗാ നദിയുടെ ആകെ നീളം എത്രയാണ് എന്ന് ചോദിക്കാം. ഗംഗാ നദിയുടെ ആകെ നീളം പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ, ഗംഗാ നദിയുടെ ആകെ നീളം പറയുന്നത് 2525 കിലോമീറ്റർ, 2525 കിലോമീറ്റർ ആണ്. ഓക്കെ, ആ പോയിന്റ് മറക്കാതെ തന്നെ ഓർക്കുക, 2525 കിലോമീറ്റർ. ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റ് ഒന്ന് ഞാൻ പറയാം. അതായത് ഗംഗാ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാലയത്തിലെ ഗോമുഖ് ഗുഹ അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണ്? ഉത്ഭവ സ്ഥലത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ഭാഗീരഥി. ഭാഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഭാഗീരഥി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ ടെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗീരഥി നദി എവിടെ വെച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്ന ഒരു ഡൗട്ട് വരാം. അപ്പൊ അവിടെ നമ്മൾ ഓർക്കുക, ഈ ഭാഗീരഥി നദി ഒഴുകി വരുന്ന സമയത്ത് അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്നു. ഈ കൂടിച്ചേരുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ദേവപ്രയാഗ്. ദേവപ്രയാഗ് എന്ന സ്ഥലം പേരിൽ അറിയപ്പെടുന്നു. ഈ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഭാഗീരഥി നദി ഏത് പേരിൽ ഒഴുകി തുടങ്ങുന്നത്? ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. ഈ ഗംഗാ നദിയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ ആണ്. മറന്നുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണ്? ഇനി ഗംഗാ നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഗംഗാ നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? അപ്പൊ അവിടെ അതിന്റെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, ഈ ഗംഗാ നദിയാണ് ഇന്ത്യയിലെ പുണ്യ നദി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പുണ്യ നദി, അത് ഹോളി റിവർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഗംഗാ നദിയാണ്. പുണ്യ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഗംഗാ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഗംഗാ നദിയാണ്. മറന്നുപോലെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗംഗയാണ്. ഇന്ത്യയിലെ ദേശീയ നദി, അതായത് ഇന്ത്യയുടെ ദേശീയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗംഗ. ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാന്ന് ചോദിച്ചാലും അത് ഗംഗയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാന്ന് ചോദിച്ചാലും ഗംഗയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, 4 പോയിന്റാണ് നമ്മൾ സവിശേഷതകളായിട്ട് പറഞ്ഞിട്ടുള്ളത്. മറക്കാതെ ഓർക്കുക, പുണ്യ നദി എന്നറിയപ്പെടുന്നു. പുണ്യ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. മറന്നുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയാണ്. നെക്സ്റ്റ്, ദേശീയ നദി, ഇന്ത്യയുടെ ദേശീയ നദി ഏതാന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? അതും ഗംഗാ നദി തന്നെയാണ്. നെക്സ്റ്റ്, ലാസ്റ്റ് നമ്മൾ പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയും ഏത് തന്നെയാണ്? ഗംഗാ നദിയാണ്. ഗംഗാ നദിയാണ്. മറന്നുപോലെ ഗംഗാ നദിക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു പോയിന്റ് ആണ്, നമ്മുടെ ദേശീയ നദി, ഇന്ത്യയിലെ ദേശീയ നദി ഗംഗയാണ്. ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് എന്നാണ് എന്ന് ചോദിക്കാം. അപ്പം മറന്നു പോകാതെ ആൻസർ ചെയ്യുക. 2008 നവംബർ 4-നാണ്. നവംബർ 4-ന് ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2008 നവംബർ 4. 2008 നവംബർ 4-നാണ് ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെയാണ്? ആ പോയിന്റ് മറക്കാതെ ഓർക്കുക. ഇനി ഈ ഗംഗാ നദി ഒഴുകുന്ന സമയം ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്ത് കൂടിയാണെന്ന് ചോദിക്കാം. ഏത് സംസ്ഥാനത്ത് കൂടിയാണ് ഏറ്റവും കൂടുതൽ ഗംഗാ നദി ഒഴുകുന്നത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ഓർക്കുക, അത് ഉത്തർപ്രദേശിലൂടെയാണ്. ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ആ ഗംഗാ നദി ഒഴുകുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മറ്റൊരു ഡൗട്ട് വരാം, ഈ ഗംഗാ നദി ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആൻസർ ചെയ്യുക ഇന്ത്യ, ബംഗ്ലാദേശ്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും മാത്രമാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകുന്നത്. ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യ, ബംഗ്ലാദേശ്. എന്നാൽ ഗംഗാ നദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലൂടെയാണ്. മറന്നു പോകല്ലേ. നെക്സ്റ്റ്, ഈ ഗംഗാ നദി നമ്മുടെ ബംഗ്ലാദേശിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിക്കാം. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യുക, അത് പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഗംഗാ നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ അത് പത്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആണ്? ഇത്രയും പോയിന്റ് ഓക്കെ ആണ്? നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണ്? അപ്പോൾ നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റുകളെല്ലാം ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. PSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഗംഗാ നദിയെക്കുറിച്ച് പറയുമ്പോൾ
ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ആ ഗംഗോത്രി ഹിമപാതത്തിലെ ഗോമുഖ് ഗുഹ അല്ലെങ്കിൽ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആണ്. ഈ ഉത്ഭവ സ്ഥലത്ത് ഗംഗാ നദി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഭാഗീരഥി എന്ന പേരിൽ. ഏത് പേരിലാണ്? ഭാഗീരഥി എന്ന പേരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടായ തെഹരി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഭാഗീരഥി നദി. ഏത് നദിയിലാണ്? ഭാഗീരഥി നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗീരഥി നദി എവിടെ വച്ചാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് എന്നൊരു പോയിന്റ് നമ്മൾ ഓർക്കണം. സോ അതിന്റെ ഭാഗമായിട്ട് ഭാഗീരഥി നദി ഒഴുകി വരുന്നുണ്ട്. ഒഴുകി വന്നു അളകനന്ദ എന്ന നദിയുമായി കൂടിച്ചേരുന്നു. ഈ രണ്ട് നദിയും, അതായത് ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ദേവപ്രയാഗ്. ഈ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഭാഗീരഥി നദി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. എങ്കിൽ ഗംഗാനദിയുടെ ആകെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 2525 കിലോമീറ്റർ. ഗംഗാനദിയുടെ ആകെ നീളം ചോദിച്ചാൽ 2525 കിലോമീറ്റർ ആണ്. ഇനി നമ്മുടെ ഗംഗാനദിയുടെ സവിശേഷതകൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും അത് ഗംഗ. പോഷക നദികൾ ഏറ്റവും കൂടുതലുള്ളത് ഗംഗയ്ക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ എന്ന് പറഞ്ഞു. എങ്കിൽ ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് എപ്പോഴാണ് എന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യുക. 2008 നവംബർ 4. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4 ക്ലിയർ ആണ്. ഗംഗാ നദി ഒഴുകുന്നു എന്ന് പറയുന്നു, ഇന്ത്യയിലൂടെ ഒഴുകുന്നു. എങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വയ്ക്കുക, അത് ഉത്തർപ്രദേശിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത്. ക്ലിയർ ആണ്, ആ പോയിന്റ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഈ ഗംഗാ നദി ഒഴുകുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ഓർക്കുക ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്. എങ്കിൽ ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബംഗ്ലാദേശിൽ ഗംഗാ നദി ഏത് പേരിൽ അറിയപ്പെടുന്നു? അത് പത്മ എന്ന പേരിൽ. മറന്നുപോലെ പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞ് പറഞ്ഞതാണ് ഗംഗാ നദിക്കാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളതെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഗംഗയ്ക്കാണ്. പക്ഷേ നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പോഷക നദികൾ പഠിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോഷക നദികളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് ഒന്ന് യമുന. ഓക്കെ, യമുന നദി. ഗംഗയുടെ പോഷക നദികളിലെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. മറന്നുപോലെ യമുനയുടെ ലെങ്ത് കൂടെ എന്ന് ഓർത്തു വയ്ക്കുക, 1376 കിലോമീറ്റർ ആണ്. യമുനയുടെ നീളം 1376 കിലോമീറ്റർ ആണ്. ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന നദിയാണ്. ഗംഗാ നദിയും യമുന നദിയും കൂടിച്ചേരുന്നത് ഏത് സ്ഥലത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ മുൻകാലങ്ങളിൽ, അതായത് ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം മുൻകാലങ്ങളിൽ അറിയപ്പെട്ടത് അലഹബാദ് എന്നാണ് അറിയപ്പെട്ടത്. പക്ഷെ ഇന്ന് ഈ സ്ഥലത്തിന്റെ പേര് മാറിയിട്ടുണ്ട്, പ്രയാഗ് എന്നാണ് പറയുന്നത്. പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ് രാജ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അറിയപ്പെടുന്നത്. അപ്പോൾ ഗംഗാ നദിയും യമുന നദിയും കൂടിച്ചേരുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അലഹബാദ്, പഴയ പേര് ചോദിക്കാം, അല്ലെങ്കിൽ പുതിയ പേര് പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ് രാജ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരുമിച്ച് ചേരുന്നതെന്ന് ഓർത്തു വയ്ക്കുക. അത് കഴിഞ്ഞ് യമുനാ നദിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ഈ യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഡൽഹി വരുന്നുണ്ട്. ഡൽഹി, ആഗ്ര, മധുര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ യമുന നദിക്കരയിലായിട്ടാണ് ഈ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്, നമ്മുടെ താജ്മഹൽ, വളരെ പ്രശസ്തമായ സ്ഥലമാണ്, നമുക്കറിയാം താജ്മഹൽ അല്ലെ. ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്തായിട്ടാണെന്ന് ചോദിച്ചാൽ അത് യമുനയുടെ തീരത്താണ്. മറന്നുപോലെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്തായിട്ടാണ്. ക്ലിയർ ആണ്, മറന്നുപോലെ. നെക്സ്റ്റ്, ഈ യമുന നദി പഴയ കാലത്ത് ഏത് പേരിൽ അറിയപ്പെടുന്നു ചോദിച്ചാൽ അത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ പഴയ കാലത്ത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ യമുന. അപ്പൊ പഴയ കാലത്ത് കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ യമുന നദിയാണ്. അപ്പൊ ഞാൻ യമുനയെ കുറിച്ച് പറഞ്ഞ പോയിന്റ്സ് ഒന്ന് പറയാം.
ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. യമുന നദിയുടെ ആകെ നീളം ചോദിച്ചാൽ 1376 കിലോമീറ്റർ. 1376 കിലോമീറ്റർ. ഗംഗാ നദിയും യമുന നദിയും സംഗമിക്കുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അലഹബാദ്. ഇത് പഴയ പേരാണ്, പുതിയ പേര് പ്രയാഗ് അല്ലെങ്കിൽ പ്രയാഗ് രാജ് എന്നാണ്. ഓക്കെ അല്ലേ? ഈ നമ്മുടെ യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ആഗ്ര, ഡൽഹി, മധുര. ഓക്കെ, ആഗ്ര, ഡൽഹി, മധുര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. അതുപോലെ തന്നെയാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്തായിട്ടാണ് ചോദിച്ചാൽ അതും യമുന നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പോയിന്റ് ക്ലിയർ ആണ്. ഈ യമുന നദി പഴയ കാലത്ത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കാളിന്തി എന്ന പേരിലാണ്. പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കാളിന്തി എന്ന പേരിലാണ്. മെയിൻ പോയിന്റ്സ് മാത്രം നമ്മൾ പറയുന്നുണ്ട്. ബാക്കി നമ്മൾ സ്ലൈഡ് നോക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വരുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കും. ഓക്കെ, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് കോസി. ഓക്കെ, കോസി നദിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട 3 പോയിന്റ് നമ്മുടെ ഗംഗയുടെ പോഷക നദിയാണ് കോസി. ഓക്കെ, നമുക്ക് മനസ്സിലായി. ഈ കോസിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാന്ന് ചോദിച്ചാൽ അത് കോസി. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാന്ന് ചോദിച്ചാൽ അത് കോസി. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ കോസി. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്. ഇനി ബീഹാറിന്റെ ദുഃഖം, ഓക്കെ, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? കോസി നദിയാണ്. അപ്പൊ 3 പോയിന്റ് നമ്മൾ പറയുന്നുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്. മറന്നുപോലെ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദിയാണ് കോസി. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെ ഇത് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് കോസി നദിയാണ്. നെക്സ്റ്റ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാലും അതേതാണ്? കോസി നദി. 3 പോയിന്റ് ക്ലിയർ അല്ലേ? ബൈഹാർട്ട് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 3 പോയിന്റേ ഉള്ളൂ. കോസി നദി ക്ലിയർ അല്ലേ? അപ്പോൾ യമുന, കോസി 2 പോഷക നദികളായ മൂന്നാമതൊരു പോഷക നദിയാണ് ദാമോദർ. അപ്പോൾ ഈ ദാമോദർ നദിയെക്കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജൈവ മരുഭൂമി മറന്നുപോലെ ആ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. ഇപ്പോൾ ഈ ദാമോദർ എന്നുള്ളത് ഗംഗയുടെ പോഷക നദി എന്നും പറയാം, അല്ലെങ്കിൽ ഹൂഗ്ലിയുടെ പോഷക നദി എന്നും പറയാം. അതായത് ഈ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ കൈവഴിയാണ് ഹൂഗ്ലി. ആ ഹൂഗ്ലിയുടെ പോഷക നദിയായിട്ട് ദാമോദറിനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഗംഗയുടെ പോഷക നദി എന്ന് ദാമോദറിനെ പറയാം. ക്ലിയർ ആണ്? അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഗംഗയെ നോക്കിയിരിക്കരുത്. ഗംഗ ഇല്ലെങ്കിൽ അത് ഹൂഗ്ലി എന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആൻസർ ആയിട്ട് പറയാം. ഹൂഗ്ലി നദിയുടെ പോഷക നദി എന്ന് പറഞ്ഞാലും അത് ഏത് തന്നെയാണ്? ദാമോദർ. അപ്പോൾ ഈ ദാമോദർ നദി എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നു. അപ്പോൾ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ദാമോദർ ആണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. ഇനി ബംഗാളിന്റെ ദുഃഖം, മറന്നുപോലെ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ ആണ്. നമ്മൾ കോസി പറഞ്ഞു ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. എന്നാൽ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ദാമോദർ ആണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. മറന്നുപോകല്ലേ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയിലാണ്. ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ദാമോദർ നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, മറന്നുപോലെ ദാമോദർ നദിയിലാണ് ആദ്യത്തെ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിർമ്മിച്ചത്. ദാമോദർ നദിയിലാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. അമേരിക്കയുടെ ടെന്നീസി വാലി പ്രോജക്റ്റിന് മാതൃകയാക്കിയിട്ടാണ് ഈ ഒരു മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ദാമോദർ നദിയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അത് ഏത് മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ഏത് മാതൃകയെ അടിസ്ഥാനമാക്കിയാണ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റായ അല്ലെങ്കിൽ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ടെന്നീസി വാലി പ്രോജക്റ്റിന് മാതൃകയാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണ്? മറന്നുപോലെ. അപ്പോൾ ദാമോദർ നദി പറയുമ്പോൾ ഞാൻ പറഞ്ഞു ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നു. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് നിലവിൽ വന്ന
വന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ദാമോദർ നദിയിലാണ്. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് ഏതിനെ മാതൃകയാക്കിയ നിലവിൽ വന്നേ? അമേരിക്കയിലെ ടെന്നീസി വാലി പ്രോജക്റ്റിനെ മാതൃകയാക്കിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 3 പോഷക നദികൾ നമ്മൾ പഠിച്ചു. 4ാമത് ഒരു പോഷക നദി കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് പറയുന്നതാണ് സോൺ. ഓക്കെ, സോൺ എന്ന നദിയെക്കുറിച്ച് പറയുമ്പോൾ ചോദിക്കാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഗംഗയ്ക്ക് ഒരുപാട് പോഷക നദികളുണ്ട്. അവയെല്ലാം തന്നെ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയൻ പോഷക നദികളാണ്. പക്ഷേ നമ്മുടെ സോൺ എന്ന നദി മാത്രം ഉത്ഭവിക്കുന്നത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഗംഗയുടെ പോഷക നദികളിൽ നിന്ന് ഗംഗയിൽ ഉത്ഭവിക്കാത്ത പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സോൺ നദിയാണ്. അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സോണാണ്. മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പോഷക നദി സോൺ, അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാലും സോണാണ്. ഓക്കെ അല്ലേ, സോൺ നദിയാണ്. പോയിന്റ് ക്ലിയർ ആണ്, മറന്നു പോകല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാം. ഇതൊന്നുകിൽ ഇങ്ങനെ പറഞ്ഞേക്കാം, ഈ ഗംഗയുടെ പോഷക നദികളിൽ വടക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി അല്ലെങ്കിൽ തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി എന്ന് ചോദിച്ചാൽ അത് സോണാണ്. ഓക്കെ, സോണാണ്. ഇത് മറ്റൊരു രീതിയിൽ ചോദിക്കാം. അതായത് ഗംഗയ്ക്ക് വലതുവശത്ത് കൂടി വന്ന് ഗംഗയോട് ചേരുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോണാണ്. ഗംഗയ്ക്ക് തെക്ക് നിന്ന് ഗംഗയോട് ചേരുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാലും സോണാണ്. സോ പോയിന്റുകൾ എങ്ങനെ വേണമെങ്കിലും വരാം, ഓർത്ത് വയ്ക്കുക. സോൺ നമ്മൾ പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഗംഗയുടെ പോഷക നദികളിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പോഷക നദി അത് നമ്മുടെ ആ സോണാണ്. അല്ലെങ്കിൽ പറഞ്ഞിരിക്കാം, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സോണാണ്. പോയിന്റ് ക്ലിയർ ആണ്, രണ്ട് രീതിയിലും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഗംഗയുടെ പോഷക നദികളിൽ തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി സോൺ, അല്ലെങ്കിൽ വലതുവശത്തു നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി വലത്തുനിന്നെടുത്താലും തെക്ക് നിന്നെടുത്താലും ഒരേ മീനിങ് തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഗംഗാ നദി ഇങ്ങനെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഗംഗാ നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ഇതിന്റെ വലത് ഭാഗം ഇത് തന്നെയല്ലേ, അത് തന്നെയാണ് തെക്ക് ഭാഗം. ഓക്കെ ആണ്. അപ്പൊ തെക്ക് നിന്ന് വന്ന് കൂടിച്ചേരുന്ന പോഷക നദി അല്ലെങ്കിൽ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് സോൺ നദിയാണ്. മറന്നുപോലെ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ തെക്ക് നിന്നുള്ള പോഷക നദി എന്നോ വലതു ഭാഗത്തുള്ള ഏറ്റവും വലിയ പോഷക നദി എന്നോ ചോദിച്ചാൽ അത് സോൺ നദിയാണ്. ഓക്കെ, ക്ലിയർ ആണ് പോയിന്റ്. സോൺ. അപ്പൊ നമ്മൾ 4 പോഷക നദികൾ പറഞ്ഞു: യമുന, കോസി, ദാമോദർ, സോൺ. അങ്ങനെ 4 പോഷക നദികൾ, പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 4 പോഷക നദികൾ നമ്മൾ വീണ്ടും പറയും, പക്ഷേ നല്ലൊരു ക്ലാരിറ്റി വരുത്തി അങ്ങോട്ട് പോവുക. ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവിടെ മനസ്സിലാവത്തുള്ളൂ. ക്ലിയർ ആണ്? ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണ്. ഇനി നമ്മൾ ഗംഗയെക്കുറിച്ച് പറയുമ്പോൾ 2 പദ്ധതികളൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഗംഗ ആക്ഷൻ പ്ലാൻ. ഓക്കെ, ഗംഗ ആക്ഷൻ പ്ലാൻ ആരംഭിക്കുന്നത്, അതായത് ഗംഗയുടെ നവീകരണത്തിനായി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. മറന്നുപോലെ ഗംഗ ആക്ഷൻ പ്ലാൻ. ഇത് ആരംഭിക്കുന്നത് 1986 രാജീവ് ഗാന്ധിയാണ് ആരംഭിക്കുന്നത്. രാജീവ് ഗാന്ധി തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ഏതാ? നമ്മുടെ ഈ ഗംഗ ആക്ഷൻ പ്ലാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഗംഗാ നദിയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് 1986 രാജീവ് ഗാന്ധി ആരംഭിച്ച പദ്ധതിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. ഗംഗാ നദിയുടെ നവീകരണത്തിനായിട്ട് ആരംഭിച്ചു. ഓക്കെ, ക്ലിയർ ആണ്? ഗംഗ ആക്ഷൻ പ്ലാൻ. മറന്നുപോലെ ഗംഗ ആക്ഷൻ പ്ലാൻ ആണ്. നെക്സ്റ്റ് ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. അതായത് ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം, അദ്ദേഹം 2014 ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. ഓക്കെ, അതാണ് നമാമി ഗംഗ. ഗംഗാ നദിയെ ശുദ്ധീകരിക്കുന്നതിലേക്ക് വേണ്ടി 2014 നരേന്ദ്രമോദി, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. അപ്പോൾ 2 പദ്ധതികളും ഓർക്കുക. അതിൽ ഗംഗാ ആക്ഷൻ പ്ലാൻ ആരംഭിക്കുന്നത് രാജീവ് ഗാന്ധി 1986 നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി 2014 ഒന്ന് ഗംഗാ നവീകരണം, ഒന്ന് ഗംഗയെ ശുദ്ധീകരിക്കുന്നതിലേക്ക് വേണ്ടി ആരംഭിച്ചതാണ് നമാമി ഗംഗ പദ്ധതി. ക്ലിയർ? അപ്പൊ ഏകദേശം ഒരു ഐഡിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഗംഗയുടെ പോഷക നദികൾ 4 നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി, നമുക്കപ്പോൾ സ്ലൈഡ് ഓരോന്നായിട്ട് നോക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മളൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ എക്സാം വളരെ എളുപ്പമുള്ളൊരു എക്സാം ആണെങ്കിൽ നിങ്ങൾ ഇത്രയും നോക്കിയിട്ട് പോയാൽ മതി. ഒരു കുഴപ്പമില്ല, ഇതിൽ നിന്ന് തന്നെ ചോദിക്കത്തുള്ളൂ. ഒരു ഡൗട്ടും വേണ്ട. ഈ ഭാഗത്ത് നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കത്തുള്ളൂ. ഓക്കെ, മറന്നു പോലെ. ഓക്കെ, നമ്മൾ സ്ലൈഡിലോട്ട് പോകുന്നുണ്ട്. കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ദ ഗംഗ.
ഗംഗയെ കുറിച്ചാണ് പറയുന്നത്. ഒറിജിൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഗായ് മുഖ് നിയർ ഗംഗോത്രി ഗ്ലേസിയർ ഇൻ ഉത്തരാഖണ്ഡ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമപാടത്തിലെ ഗായ് മുഖ് അല്ലെങ്കിൽ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഏത് ഉത്ഭവിക്കുന്നത്? ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ്, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്, ഓക്കെ, ഒരു പോയിന്റ് ഓക്കെ ആണ്. നെക്സ്റ്റ്, ദ നാഷണൽ റിവർ ഓഫ് ഇന്ത്യ. ഈ നമ്മുടെ ഗംഗാ നദി എങ്ങനെ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് അറിയപ്പെടുന്നു. ശരിയല്ലേ? ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെ, ഗംഗ വാസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ റിവർ ഓൺ 4th November 2008. അപ്പോൾ ഗംഗാ നദിയെ എന്നാണ് ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും 2008 November 4. ആ പോയിന്റ് എല്ലാം നമ്മൾ പഠിച്ചു വെച്ചതാണ്. ക്ലിയർ ആണ്. 2008 November 4 ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ്, നാഷണൽ റിവർ ഓഫ് ഇന്ത്യ, ഹോളി റിവർ ഓഫ് ഇന്ത്യ, ലോങ്സ്റ്റ് റിവർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് ഗംഗാ നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഗംഗാ നദി തന്നെയാണ്. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണ്. പുണ്യ നദി, ഏറ്റവും നീളം കൂടിയ നദി, അതുപോലെ തന്നെ ദേശീയ നദി എന്നറിയപ്പെടുന്നത് ഗംഗയാണ്. ഇനി ഏറ്റവും കൂടുതൽ ട്രിബ്യൂട്ടറീസ്, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഗംഗയ്ക്കാണ്. ഓക്കെ അല്ലേ? ഗംഗാ നദിയുടെ ലെങ്ത് നമ്മൾ പറഞ്ഞായിരുന്നു. ഗംഗാ നദിയുടെ ആകെ നീളം പറയുന്നത് 2525 കിലോമീറ്റർ. 2525 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഉത്തർപ്രദേശ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലൂടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക, ഉത്തർപ്രദേശിലൂടെയാണ്. ഉത്തർപ്രദേശിലൂടെയാണ്. അപ്പോൾ ഉത്തർപ്രദേശിലൂടെ മാത്രമാണോ ഗംഗാ നദി ഒഴുകുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. ഈ ഗംഗാ നദി ഒഴുകുന്നത് ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്, ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്, ബംഗാളിലൂടെ ഒഴുകുന്നുണ്ട്, ബീഹാറിലൂടെ ഒഴുകുന്നുണ്ട്, അതുപോലെ ജാർഖണ്ഡിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഉത്തർപ്രദേശ്. ഇതിന് ഞാൻ ജസ്റ്റ് ഒരു കോഡ് ഒന്ന് പറയാം, നിങ്ങൾക്ക് പറ്റിയാൽ ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ കറക്റ്റ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അതായത് ഉത്തര ടു ബിയും ഗംഗയുടെ ജാറും. ഉത്തര ടു ബിയും ഗംഗയുടെ ജാറും. ഓക്കെ, അപ്പോൾ ഈ ചിലർക്ക് കോഡ് നമ്മൾക്ക് ശരിയാവത്തില്ല, ആൻസറിൽ കറക്റ്റ് ആയിരിക്കും പറയുന്നതായിരിക്കും അവർക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുക. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർത്ത് വയ്ക്കുക. ഉത്തര എന്ന് പറയുമ്പോൾ 2 ആൻസർ വരുന്നുണ്ട്. ഉത്തർപ്രദേശും വരുന്നുണ്ട്, ഉത്തരാഖണ്ഡും വരുന്നുണ്ട്. അതിനാണ് നമ്മൾ 2 എന്ന് കൊടുത്തിരിക്കുന്നത്. 2 വരുന്നുണ്ട്. ഉത്തരാഖണ്ഡ് വരുന്നുണ്ട്, ഉത്തർപ്രദേശും വരുന്നുണ്ട്. അവിടെ നമ്മൾ ബിക്കും മുംബൈയും 2 വന്നിട്ടുണ്ട്. 2നും 2 എന്നുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതായത് ഉത്തരാഖണ്ഡും വരുന്നുണ്ട്, ഉത്തർപ്രദേശ്. ബി എന്നുള്ളതിൽ ബീഹാറും ഉണ്ട്, ബംഗാളും ഉണ്ട്. ബീഹാറും ഉണ്ട്, ബംഗാൾ. അതിന് 2നും നമുക്ക് നടുക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 2 കൊടുത്തിട്ടുള്ളത്. ഇനി ജാർഖണ്ഡിനെ നമുക്ക് കൂടെ കൊണ്ടുവരണം. സോ അതിലേക്ക് വേണ്ടി ഗംഗയുടെ ജാറും. അപ്പോൾ നമുക്ക് ഗംഗയുടെ ജാർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട് മറന്നുപോലെ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, അതുപോലെ ജാർഖണ്ഡ്. ക്ലിയർ ആണ്. നമ്മുടെ ഗംഗാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് ഓക്കെയാണ്, ഡൗട്ട് ഇല്ല. ഓക്കെ, ക്ലിയർ. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, അതുപോലെ ജാർഖണ്ഡ് ആണ്. ഓക്കെ, കോഡ് പഠിച്ചു വയ്ക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലാത്ത രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഉത്തര ടു ബിയും ഗംഗയുടെ ജാറും. ഉത്തര ടു ബിയും ഗംഗയുടെ ജാറും. എളുപ്പമല്ലേ? ഉത്തര ടു ബിയും ഗംഗയുടെ ജാറും. 2 ഇടയ്ക്ക് വന്നിരിക്കുന്നത് 2 ഉത്തരയുണ്ട്, 2 ബിയും ഉണ്ട്. അതായത് ബീഹാറും ബംഗാളും ഉണ്ട്. ഓക്കെ, സോ ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അത് പഠിച്ചു വയ്ക്കുക. സോ ഓക്കെ, ഇത്രയും സ്ലൈഡ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. അടുത്ത് ഇന്ത്യൻ റിവർ വിത്ത് മാക്സിമം നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ്. ഗംഗ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളത് ഗംഗയ്ക്കാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. ഗംഗയുടെ പോഷക നദികൾ പ്രധാനപ്പെട്ട 4 നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഗംഗയ്ക്ക് അത്രയും പോഷക നദികളല്ല, വേറെയും പോഷക നദികളുണ്ട്. ആ പോഷക നദികളെയാണ് നമ്മൾ അടുത്ത് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമ്മൾ 4 ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 4 അതുപോലെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് യമുന പറയുന്നുണ്ട്, കോസി പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് ദാമോദർ പറയുന്നുണ്ട്, നെക്സ്റ്റ് സോൺ നദി പറയുന്നുണ്ട്, നെക്സ്റ്റ് പറയുന്നത് ഗോമതി നദി പറയുന്നുണ്ട്, നെക്സ്റ്റ് ഗാഗ്ര നദി പറയുന്നുണ്ട്, നെക്സ്റ്റ് വരുന്നത് ഗാണ്ടക് എന്നൊരു നദി വരുന്നുണ്ട്, നെക്സ്റ്റ് വരുന്നത് അളകനന്ദ എന്നൊരു നദി വരുന്നുണ്ട്, നെക്സ്റ്റ് രാംഗംഗ എന്നൊരു നദി വരുന്നുണ്ട്, മഹാനന്ദ എന്ന നദിയും വരുന്നുണ്ട്. സോ ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 10 പോഷക നദികൾ ആകെ പറയുന്നുണ്ട്. ഇത്രയും മാത്രമല്ല, ഇതിൽ കൂടുതൽ പോഷക നദികളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ 10 എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിൽ തന്നെ 4 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഡീറ്റെയിൽ ആയിട്ട് പോയത് നമ്മൾ 4 പോഷക നദികളിലോട്ടാണ്. സോ 10 നദികളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട്
പഠിക്കാനായിട്ട് ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് വിട്ടേക്കുക. ഓക്കെ, നമ്മൾ ഈ 4 നല്ല രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ യമുന നദിയുണ്ട്, കോസി നദിയുണ്ട്, ദാമോദർ ഉണ്ട്, സോൺ ഉണ്ട്, ഗോമതി ഉണ്ട്. യമുന, കോസി, ദാമോദർ, സോൺ. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചു. അതിൻ്റെ അവിടെ ഗോമതി കൂടെ ഒന്ന് ചേർത്ത് വെച്ചേ. ഗോമതി ക്ലിയർ ആണ്. ഗോമതി നദി കൂടെ അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഗാഗ്ര നദി വരുന്നുണ്ട്, ഗാണ്ടക് നദി വരുന്നുണ്ട്, അളകനന്ദ വരുന്നുണ്ട്, രാംഗംഗ വരുന്നുണ്ട്, മഹാനന്ദ വരുന്നുണ്ട്. സോ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. സോ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അതിനൊന്ന് ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ 4 നദികൾ, പോഷക നദികൾ മറക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. അത് യമുന, കോസി, ദാമോദർ, സോൺ എന്നീ നദികളാണ്. മറന്നു പോവല്ലേ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറി ഓഫ് ദി ഗംഗ ഈസ് ഹൂഗ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ദാമോദർ സ്ഥിതി ചെയ്യുന്നത്, ദാമോദർ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയുടെ പോഷക നദി എന്ന് പറയാം, അല്ലെങ്കിൽ ഗംഗാ നദിയുടെ പോഷക നദി എന്ന് പറയാം, അല്ലെങ്കിൽ ഭാഗീരഥിയുടെ പോഷക നദി എന്ന് പറയാം. കാരണം ഭാഗീരഥിയാണ് ഗംഗയുടെ ആദ്യ പേര്, ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് അല്ലേ. ഗംഗാ നദി ഒഴുകി വരുമ്പോൾ പിന്നെ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗാ നദി എന്ന് അറിയപ്പെടുന്നത്. ശരിയല്ലേ? ഈ ഗംഗാ നദി പശ്ചിമ ബംഗാളിലേക്ക് കടക്കുമ്പോൾ, അതായത് ഈ ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴി, ഓക്കെ, ലാർജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കൈവഴി. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം പോഷക നദിയും കൈവഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, പോഷക നദി എന്ന് പറഞ്ഞാൽ ഒരു നദി ഒഴുകുമ്പോൾ അതിനോടൊപ്പം വന്ന് ചേരുന്നതാണ് പോഷക നദി. ഓക്കെ, ഈ കൈവഴി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒഴുകുന്ന നദി സ്പ്ലിറ്റായി ഒഴുകുന്നെങ്കിൽ, അതായത് വേർതിരിഞ്ഞ് ഒഴുകുന്നതാണെങ്കിൽ അതാണ് കൈവഴി. അതായത് ഗംഗ എന്ന നദിയിൽ നിന്ന് കൈ വഴിയായിട്ട്, അതായത് വേർതിരിഞ്ഞ് ഒഴുകുന്ന ഒരു നദിയാണ് ഹൂഗ്ലി. അതിൽ ഏറ്റവും വലിയ കൈവഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൂഗ്ലിയാണ്. മറന്നുപോലെ കൈവഴിയും പോഷക നദിയും തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ഡിസ്ട്രിബ്യൂട്ടറിയും ട്രിബ്യൂട്ടറി പോഷക നദിയാണ്, വന്നു ചേരുന്നതാണ്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടറി. അതിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൂഗ്ലി നദിയാണ്. ഹൂഗ്ലി നദിയാണ്, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ദ കോൺഫ്ലുവൻസ് ഓഫ് ദി ഗംഗ ആൻഡ് ദി യമുന ഈസ് അറ്റ് അലഹബാദ്. ഞാൻ പറഞ്ഞു ഗംഗാ നദിയും യമുന നദിയും തമ്മിൽ കൂടിച്ചേരുന്നത് എവിടെ വച്ചാണെന്ന് പറഞ്ഞു, അലഹബാദ്. ആ അലഹബാദിന്റെ സ്ഥലത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. പ്രയാഗ്രാജ് അല്ലെങ്കിൽ പ്രയാഗ് എന്ന പേരിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. പ്രയാഗ്രാജ് എന്ന് കാണാം, അല്ലെങ്കിൽ പ്രയാഗ്രാജ്. അത് ആദ്യകാലത്ത് അറിയപ്പെട്ടതാണ് അലഹബാദ് എന്ന പേരിൽ. അപ്പോൾ ഗംഗയും യമുനയും കൂടി ചേരുന്ന സ്ഥലം നമ്മൾ പരിചയപ്പെട്ടതാണ് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് ഒന്ന് ചേരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആഫ്റ്റർ ദി കോൺഫ്ലുവൻസ് ഓഫ് ഭാഗീരഥി ആൻഡ് അളകനന്ദ അറ്റ് ദേവപ്രയാഗ് ഇറ്റ് ഫ്ലോസ് ബൈ ദി നെയിം ഗംഗ. നമ്മൾ പറഞ്ഞില്ലേ ഭാഗീരഥി നദി ഒഴുകി വരുന്നു, അതിനോടൊപ്പം വന്ന് അളകനന്ദ ചേരുന്നുണ്ട്. അളകനന്ദ ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ദേവപ്രയാഗ് എന്നാണ്. ആ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് നിന്നിട്ടാണ് എങ്ങനെയാ ഈ ഭാഗീരഥി നദി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 3 പോയിന്റ്, ഹൂഗ്ലി നദിയാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ കൈവഴി എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഭാഗീരഥിയും അളകനന്ദ നദിയും കൂടിച്ചേരുന്നത് ദേവപ്രയാഗ്. അവിടെ നിന്നാണ് ഭാഗീരഥി നദി ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ്, ദ ഇമ്പോർട്ടൻ്റ് ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. അതായത് ഗംഗാ നദി ഒഴുകുന്നു. അതിൽ ഒഴുകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെ ഗംഗയിൽ വന്ന് ചേരുന്ന പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗാണ്ടക്, കോസി ആൻഡ് മഹാനന്ദ. ഇത്രയും നദികൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നദികൾ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വന്ന് ചേരുന്നതായിട്ട് പറയുന്നത്. സോ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം വരുന്നത് റൈറ്റ് സൈഡ് ട്രിബ്യൂട്ടറീസ് ആയിരിക്കും. അതായത് റൈറ്റ് സൈഡിലൂടെ അത് വന്ന് ചേരുന്ന പോഷക നദി, നമ്മൾ സോൺ നദി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റൈറ്റ് സൈഡ്, തെക്ക് സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി സോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ തെക്ക് സൈഡ് അല്ലെങ്കിൽ വലതുവശത്തു കൂടെ ഗംഗാ നദിയിൽ വന്ന് ചേരുന്ന നദി സോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടെ നമുക്ക് ദ ഇമ്പോർട്ടൻ്റ് റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗാ നദിയുടെ പോഷക നദികളിൽ വലത്ത് നിന്ന് വന്ന് ചേരുന്ന പോഷക നദികൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ യമുന, സോൺ, ദാമോദർ. ഇതായിരിക്കും കൂടുതൽ പഠിക്കാൻ എളുപ്പം. കാരണം 3 എണ്ണമല്ലേ ഉള്ളൂ, യമുന, സോൺ, ദാമോദർ. യമുന നദിയുണ്ട്, സോൺ ഉണ്ട്, ദാമോദർ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ സോൺ നദി, യമുനയും ദാമോദറും റൈറ്റ് സൈഡിലൂടെയാണ് വന്ന് ഗംഗയിൽ ചേരുന്നത്. അപ്പൊ അതായിരിക്കും നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പം. ബാക്കി എല്ലാം വരുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണ്? ഈ 3 എണ്ണം ആയിരിക്കും നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് എളുപ്പം. യമുന, സോൺ, ദാമോദർ ആണ്. കിട്ടുമല്ലോ? ഓക്കെ അല്ലേ? റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. ഓക്കെ, ദ നെയിം ബൈ വിച്ച് ദ ഗംഗ ഈസ് നൗൺ ഇൻ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഗംഗാ നദി എങ്ങനെ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു? പത്മ എന്ന പേരിൽ. ഈ PSC ഇത് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള പോയിന്റ് ആണ്. പത്മ എന്ന പേരിലാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത്. ഗംഗാ നദി പത്മ എന്ന പേരിലാണ് എവിടെ അറിയപ്പെടുന്നത്? നമ്മുടെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്. മറന്നുപോലെ ആ പോയിന്റ് മറന്നുപോലെ. ഓക്കെ, ക്ലിയർ എന്നാണ്. നെക്സ്റ്റ് പോയിന്റ്, ദ എൻഡേഞ്ചേർഡ് സ്പീഷ്യസ് ഫൗണ്ട് ഇൻ ദി ഗംഗ ഈസ് ഗംഗ ഡോൾഫിൻ. അതായത് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ
വംശനാശ ഭീഷണി നേരിട്ട ഒരു ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിട്ട ഒരു ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഈ ഗംഗാ ഡോൾഫിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയിലാണ് കാണപ്പെടുന്നത്. ഗംഗാ ഡോൾഫിൻ കാണപ്പെടുന്നത് ഈ ഗംഗാ നദിയിലാണ്. അതായത് എൻഡേഞ്ചർഡ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ദി ഗംഗ ഈസ് ഗംഗാ ഡോൾഫിൻ. അതായത് ഗംഗാ നദിയിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജലജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിൻ. ഓക്കെ, മറന്നുപോലെ ഈ ഗംഗാ ഡോൾഫിനെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് എന്നാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009 ഒക്ടോബർ 5-നാണ്. മറന്നുപോലെ 2009 ഒക്ടോബർ 5-നാണ് നമ്മുടെ ഈ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് പോയിന്റ്. അപ്പോൾ ഈ ഗംഗാ നദിയിൽ ലെഫ്റ്റ് സൈഡിലൂടെ വന്ന് ചേരുന്ന പോഷക നദിയുണ്ട്, റൈറ്റ് സൈഡിലൂടെ വന്ന് പോഷക നദികളും ചേരുന്നുണ്ട്. അതിൽ റൈറ്റ് സൈഡിലൂടെ ഓർത്ത് വയ്ക്കുക യമുന, സോൺ, ദാമോദർ. അടുത്ത പറയുകയാണ് ഗംഗാ നദി എങ്ങനെയാണ് ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത്? പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. അത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയിലായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാനേ ഈ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു. എന്നാണെന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ 15-നാണ്. ദ ഗംഗാ ഡോൾഫിൻ വാസ് ഡിക്ലെയർഡ് ദ നാഷണൽ അക്വാട്ടിക് അനിമൽ ബൈ ദി 2009 ഒക്ടോബർ 15-നാണ്. എന്നാണെന്ന് ചോദിച്ചാൽ 2009 ഒക്ടോബർ 5-ന് ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു. ക്ലിയർ ആണ്. അപ്പോൾ ഗംഗാ ഡോൾഫിൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ. ശരി, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഗംഗയുടെ പോഷക നദികളെയാണ്. ഗംഗയുടെ പോഷക നദിയിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷക നദിയാണ് യമുന, അല്ലേ? യമുനയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആകെ ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത് 1376 കിലോമീറ്റർ. മറന്നുപോലെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ചോദിച്ചിട്ടുണ്ട് 1376 കിലോമീറ്റർ. യമുന നദിയുടെ ആകെ നീളം 1376 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണ്. ദ റിവർ വിച്ച് വാസ് നൗൺ ആസ് കാളിന്തി യമുന. അതായത് മുൻകാലങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് യമുനയാണ്. മുൻകാലങ്ങളിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് യമുന നദി. മറന്നുപോലെ കാളിന്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി യമുന നദിയാണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു ദ യമുന ഒറിജിനേറ്റ്സ് ഫ്രം. എവിടെ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓർത്തു വയ്ക്കുക യമുനോത്രി ഗ്ലേസിയർ. അത് ബന്ദേർപുഞ്ച് റേഞ്ച് എന്ന് പറയുന്നു. ബന്ദേർപുഞ്ച് റേഞ്ചിലെ യമുനോത്രി ഗ്ലേസിയർ എന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ എളുപ്പത്തിന് ആ വാക്ക് മാത്രം യമുനോത്രി ഗ്ലേസിയർ, യമുനോത്രി പേരിൽ തന്നെ ഉണ്ട് യമുന നദി, യമുനോത്രി ഗ്ലേസിയർ, അല്ലെ? യമുന നദി, യമുനോത്രി ഗ്ലേസിയർ. ഇത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഗ്ലേസിയർ, ഈ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുമ്പോൾ ഇങ്ങനെ ഓർക്കുക, ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയർ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? യമുന നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേസിയർ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. അത് ബന്ദേർപുഞ്ച് റേഞ്ചിലാണ് വരുന്നത്. ബന്ദേർപുഞ്ച് കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, യമുനോത്രി ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ തവണ PSC ചോദിച്ചപ്പോൾ ഉത്തരാഖണ്ഡിലെ യമുനോത്രി മഞ്ഞുമലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലെങ്കിൽ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മറന്നുപോലെ യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? യമുനോത്രി ഗ്ലേസിയർ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്ലിയർ ആണ്, ക്ലിയർ പോയിന്റ് ആണ്. നെക്സ്റ്റ് ദ പ്ലേസ് വേർ യമുന ജോയിൻസ് വിത്ത് ദി ഗംഗ. അത് ആൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. യമുനയും ഗംഗയും ഇവിടെ കൂടിച്ചേരുന്നത് പ്രയാഗ് അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചിട്ടാണ്. ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദി റിവർ ഗംഗ, യമുന ആൻഡ് സരസ്വതി. അതായത് നമ്മൾ നേരത്തെ രണ്ട് നദി പറഞ്ഞു, ഏതൊക്കെയാ? ഗംഗ പറഞ്ഞു, അതുപോലെ തന്നെ യമുന പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ ഒരു നദി കൂടെ കൂടിച്ചേരുന്നുണ്ട്, അത് സരസ്വതി. ഈ മൂന്ന് നദികളും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ് ത്രിവേണി സംഗം എന്നറിയപ്പെടുന്നത്. ത്രിവേണി സംഗം എന്നാണ് അറിയപ്പെടുന്നത്. ത്രിവേണി സംഗം. ഈ മൂന്ന് നദികളും കൂടെ കൂടിച്ചേരുന്ന സ്ഥലം അറിയപ്പെടുന്നത് ത്രിവേണി സംഗം. ഓക്കെ, ത്രിവേണി സംഗം എന്നാണ് അറിയപ്പെടുന്നത്. ആ ത്രിവേണി സംഗം എവിടെയാണെന്ന് ചോദിച്ചാലും അത് പ്രയാഗിൽ തന്നെയാണ് ഈ ത്രിവേണി സംഗമം നടക്കുന്നത്. മൂന്ന് നദികളും കൂടെ കൂടിച്ചേർന്നിട്ട്. ഇപ്പൊ ഗംഗാ നദി നമുക്കറിയാം, യമുനയെ അറിയാം. സരസ്വതി എന്ന് പറഞ്ഞാൽ അത് മണ്ണിനടിയിൽ കൂടെ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? സരസ്വതി നദി. അങ്ങനെ മൂന്ന് നദിയും കൂടെ കൂടിച്ചേരുന്ന പ്ലേസ് ആണ് ത്രിവേണി സംഗം എന്നറിയപ്പെടുന്നത്. ആ പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗിലാണ്. ആ മൂന്ന് നദികളും കൂടിച്ചേരുന്നത് അറിയപ്പെടുന്നത് ത്രിവേണി സംഗം എന്നാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രയാഗിൽ തന്നെയാണ്. ക്ലിയർ ആണ്. അപ്പോൾ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ നമുക്കറിയാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി അത് യമുനയാണ്. അതിൻ്റെ ആകെ നീളം പറയുന്നത് 1376 കിലോമീറ്റർ ആണ്. ഇതിൽ മുൻകാലങ്ങളിൽ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന നദി എന്നാണ്. യമുന നദി
എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ യമുനോത്രി ഗ്ലേസിയർ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ പേര് അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക, യമുനോത്രി ഗ്ലേസിയർ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ യമുന നദിയും ഗംഗയും ചേരുന്നതാണ് പ്രയാഗിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അലഹബാദിൽ വെച്ചിട്ടാണ്. ഗംഗ, യമുന, സരസ്വതി എന്ന നദികളുടെ സംഗമ സ്ഥാനം അറിയപ്പെടുന്നത് ത്രിവേണി സംഗമം എന്നാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗിലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രയാഗിലാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് റിവർ ഗംഗ, പഠിച്ച പോയിന്റ്സ് ആണ്. നെക്സ്റ്റ്, ബിഗ്ഗസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് യമുന. അപ്പോൾ യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോൺസ് ആണ്. ടോൺസ് നമ്മൾ യമുനയുടെ പോഷക നദി താഴെ നമ്മൾ വായിക്കും, അപ്പോൾ അത് ക്ലിയർ ആവും. യമുനയുടെ പോഷക നദികളിൽ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടോൺസ് ആണ്. ടോൺസ് 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 ഓക്കെ, ടോസ് അല്ല, അതിൽ ഒരു ടോൺസ് എന്ന് പറയുന്നു. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ്. ഓക്കെ, ടോസ് എന്ന് ഓർത്ത് വയ്ക്കുക, ടോൺസ് എന്ന് വായിക്കുക. ഓക്കെ അല്ലേ, ഓർത്ത് വയ്ക്കുക, മറന്നുപോലെ. ടോൺസ് ആണ് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ദ റിവർ മെൻഷൻഡ് ഇൻ രാമായണ ആസ് തമസ്യ. അപ്പോൾ രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് യമുനയുടെ പോഷക നദിയായ ടോൺസ് ആണ്. അപ്പോൾ രാമായണം നമ്മൾ കേട്ടിട്ടുണ്ട്, രാമായണം, അതിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ ടോൺസ് ആണ്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. ഈ ടോൺസ് ആണ് രാമായണത്തിൽ ആ തമസ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ഓക്കെ ആണ്, പോയിന്റ് മറന്നുപോലെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നു ദ സിറ്റീസ് ഡൽഹി ആൻഡ് ആഗ്ര ആർ സിറ്റുവേറ്റഡ്. ആ ഡൽഹി, ആഗ്ര, അതിൻ്റെ ഒപ്പം തന്നെ മധുര എന്നൊരു നഗരം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡൽഹി, ആഗ്ര, മധുര ആർ സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. യമുനയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ഈ ഡൽഹി, ആഗ്ര, അതുപോലെ മധുര. യു പിയിലെ മധുരയാണ്. ഓക്കെ അല്ലേ, നമ്മുടെ തമിഴ്നാട്ടിലൊരു മധുരയുണ്ട്, അതല്ല യു പിയിലൊരു മധുരയുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് താജ്മഹൽ ഈസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവർ യമുന. ഈ താജ്മഹലും സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. ഇത് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. നഗരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. താജ്മഹലും സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മറന്നുപോലെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ദി യമുന റിവർ ആർ. നമ്മൾ യമുനയുടെ പോഷക നദികളാണ് പറയാനായിട്ട് പോകുന്നത്. അത് ചമ്പലുണ്ട്, കെന്നുണ്ട്, ടോൺസ് ഉണ്ട്, ബദ്വ ഉണ്ട്. ഓക്കെ, ചമ്പൽ, കെൻ, ടോൺസ്, ബത്വ. നമുക്ക് മറന്നുപോലെ, ചമ്പൽ, കെൻ, ടോൺസ്, ബദ്വ. അപ്പോൾ യമുനയുടെ പോഷക നദികളിൽ ഏതാണ് വലുതെന്ന് നമ്മൾ പറഞ്ഞു, ടോൺസ് ആണ്. ഈ ടോൺസ് നദി രാമായണത്തിൽ എങ്ങനെ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞു. എങ്ങനെയാ? തമസ്യ. രാമായണത്തിൽ തമസ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ടോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണ്, പോയിന്റ് ഓക്കെ അല്ലേ? അപ്പോൾ ട്രിബ്യൂട്ടറീസ് പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക, യമുനയ്ക്ക് പോഷക നദികളുണ്ട്. അതാണ് ചമ്പൽ, കെൻ, ടോൺസ്, ബത്വ. ഓക്കെ, ചമ്പൽ, കെൻ, ടോൺസ്, ബത്വ. അതിൽ ഏറ്റവും വലുതാണ് ടോൺസ്. ഓക്കെ അല്ലേ? മറ്റൊരു പോയിന്റ് പറയുമ്പോൾ ദ റിവർ ഓൺ വിച്ച് ദ ഗാന്ധി സാഗർ ഡാം ഈസ് ബിൽറ്റ് ഈസ് ദ ചമ്പൽ. നമ്മളെ ചമ്പൽ നദിയിലാണ് ഗാന്ധി സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധി സാഗർ. അപ്പോൾ ഗാന്ധിജി ആ ഒരു പേരുമായിട്ട് സാമ്യത വന്നിട്ടുള്ള ഗാന്ധി സാഗർ ഡാം. അപ്പോൾ ഗാന്ധി സാഗർ ഡാം ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ചമ്പൽ നദിയിലാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാം, ഗാന്ധി സാഗർ എന്ന പേരിന്റെ ആ ഒരു പ്രശസ്തി കൊണ്ട് തന്നെ ചോദിക്കാം, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ യമുനയുടെ പോഷക നദിയായ ചമ്പൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാ? ചമ്പൽ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ പോയിന്റ് ആണ്, ഓക്കെ ആണ്, മറന്നുപോലെ. ചമ്പൽ നദിയിലാണ് ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ, നമുക്ക് നെക്സ്റ്റ് അടുത്ത സ്ലൈഡ് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ട്രിബ്യൂട്ടറി ഓഫ് ചമ്പൽ. ഈ ചമ്പൽ നദിക്ക് പോഷക നദിയുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ ഗംഗയുടെ പോഷക നദിയാണ് യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ. ആ ചമ്പലിന് അടുത്തൊരു പോഷക നദി പറയുന്നുണ്ട്, അതാണ് ക്ഷിപ്രഗോപി അല്ലെ? ക്ഷിപ്രഗോപി എന്നൊക്കെ പെട്ടെന്ന് കോപിതനാകുന്ന ആ ഒരു ഇതിൽ ക്ഷിപ്ര എന്ന ആ ഒരു പോഷക നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ചമ്പൽ നദിയുടെ പോഷക നദി. ചമ്പൽ ഏത് നദിയുടെ പോഷക നദിയാണ്? യമുനയുടെ പോഷക നദി. യമുന ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദി അല്ലെ? ഗംഗ, യമുനയുടെ പോഷക നദി ചമ്പലിന്റെ പോഷക നദി ക്ഷിപ്ര. സോ ഓക്കെ അല്ലേ? ഒരു ഓർഡറിൽ ഓർത്ത് വയ്ക്കുക, ഗംഗ, യമുന, അത് കഴിഞ്ഞ് ചമ്പലിന്റെ പോഷക നദി ക്ഷിപ്ര. ഓക്കെ, ചമ്പൽ നദിയുടെ പോഷക നദിയാണ് ക്ഷിപ്ര. അപ്പൊ ക്ഷിപ്ര നദിയെ കുറിച്ച് ഒരു പോയിന്റ് കൂടെ നമ്മൾ ഓർത്ത് വയ്ക്കുക. ദ ഹോളി സിറ്റി ഉജ്ജയിനി ഈ സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക് ഓഫ് റിവർ ക്ഷിപ്ര. അപ്പോൾ നമ്മുടെ പുണ്യസ്ഥലമായ ഉജ്ജയിനി നമ്മൾ പുണ്യനദി പറഞ്ഞിട്ടുണ്ട്, ഗംഗാ നദിയാണ്. അത് പുണ്യസ്ഥലമാണ്, പ്ലേസ് ആണ് പറയുന്നത്. സിറ്റി, ദ ഹോളി സിറ്റി ഉജ്ജയിൻ ഈ സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ക്ഷിപ്ര. അപ്പോൾ ഈ ക്ഷിപ്ര നദിയുടെ തീരത്താണ് ഉജ്ജയിനി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഉജ്ജയിനി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ക്ഷിപ്ര. അപ്പോൾ പുണ്യസ്ഥലമാണ് ഈ ഉജ്ജയിനി എന്ന് പറഞ്ഞാൽ. ഉജ്ജയിനി ഒരു പുണ്യസ്ഥലമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ക്ഷിപ്ര നദിക്കരയിലാണ്. ഓക്കെ, ക്ഷിപ്ര ഏത് നദിയുടെ പോഷക നദി? ചമ്പൽ നദിയുടെ പോഷക നദി. ആ ഉജ്ജയിനി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? ക്ഷിപ്ര നദിക്കര.
നദിക്കരയിലാണ്. ക്ലിയർ ആണ്? ഷിപ്ര. ഓക്കെ, 2 പോയിന്റ് ഷിപ്ര പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ റിവർ ബാങ്ക് ഓൺ വിച്ച് അയോധ്യ ഈസ് ലൊക്കേറ്റഡ് ഈസ് ദ സരയു. അതായത് അയോധ്യ എന്ന പട്ടണം നമ്മളല്ലേ, അപ്പൊ രാമക്ഷേത്രമൊക്കെ വന്ന അയോധ്യ എന്ന നഗരം നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അയോധ്യ അല്ലെ. ദ റിവർ ബാങ്ക് ഓൺ വിച്ച് അയോധ്യ ഈസ് ലൊക്കേറ്റഡ് ഈസ് ദി സരയു. അതായത് സരയു നദിയുടെ തീരത്തായിട്ടാണ് ഏത് നഗരം സ്ഥിതി ചെയ്യുന്നത്? അയോധ്യ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മറന്നുപോലെ, സരയു നദിയുടെ തീരത്താണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയില? സരയു. ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, സരയു എന്ന നദിക്കരയിലാണ് അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അയോധ്യ. ഓക്കെ, ക്ലിയർ. ദ റിവർ മെൻഷൻ ഇൻ രാമായണ ആ സരയു. അപ്പോൾ രാമായണത്തിൽ മറന്നുപോലെ, രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാഗ്ര നദിയാണ്. ഈ ഗാഗ്ര നമ്മൾ പറഞ്ഞപ്പോൾ ഗംഗയുടെ പോഷക നദിയായിട്ടാണ് ഗാഗ്രയെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അല്ലേ. ഗംഗയുടെ പോഷക നദിയാണ് ഗാഗ്ര. ഈ ഗാഗ്ര നദിയാണ് രാമായണത്തിൽ എങ്ങനെ അറിയപ്പെടുന്നത്? സരയു നദിയായിട്ട് അറിയപ്പെടുന്നത്. ഗാഗ്ര നദിയാണ് രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറന്നുപോലെ, സരയു എന്ന് രാമായണത്തിൽ അറിയപ്പെടുന്ന നദിയാണ് ഗാഗ്ര. മറന്നുപോലെ, അപ്പൊ ഈ സരയു നദിയുടെ തീരത്താണ് അയോധ്യ, അല്ലെങ്കിൽ ഗാഗ്ര നദിയുടെ തീരത്താണ് അയോധ്യ എന്ന രീതിയിലും പറയാം. കാരണം ഈ ഗാഗ്ര നദിയാണ് രാമായണത്തിൽ സരയു എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? ക്ലിയർ പിക്ചർ നമ്മൾ തന്നെ ഒരു മൈൻഡിൽ ക്ലിയർ പിക്ചർ ഉണ്ടാക്കി പോവുക. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ദ ട്രിബ്യൂട്ടറി ഓഫ് ദി ഗംഗ ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിക്കാം. ഗംഗയുടെ പോഷക നദി അത് രാംഗംഗ. പേര് മാറല്ലേ, രാംഗംഗ. ഗംഗയുടെ പോഷക നദികളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാ? രാംഗംഗ. ദ ട്രിബ്യൂട്ടറി ഓഫ് ദി ഗംഗ ദാറ്റ് ഫ്ലോസ് ത്രൂ ദി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് രാംഗംഗയാണ്. രാംഗംഗ. മറന്നുപോലെ, രാംഗംഗ. പേര് മറക്കല്ലേ. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ടറി ഓഫ് ചമ്പൽ എന്ന് പറഞ്ഞത് ഷിപ്രയാണ്. ചമ്പൽ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഷിപ്ര. ഈ ഷിപ്രയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹോളി സിറ്റി ആയ ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്നത് ഷിപ്ര നദിയുടെ തീരത്തായിട്ടാണ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ സരയു നദിക്കരയിലായിട്ടാണ്. ഈ സരയു നദി രാമായണത്തിൽ അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാഗ്ര എന്ന പേരിലാണ്. മറന്നുപോലെ, ഇനി നമ്മുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംഗംഗ. അതേതാണ്? രാംഗംഗ. ക്ലിയർ ആണ്? ഈ ഭാഗം ഓക്കെ ആണ്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ദാമോദറാണ്. ആൾറെഡി നമ്മൾ ദാമോദറിനെ കുറിച്ച് പോയിന്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ദാമോദർ, ദ റിവർ നോൺ ആസ് ദി ബയോളജിക്കൽ ഡിസേർട്ട് ഈസ്. അതായത് ബയോളജിക്കൽ ഡിസേർട്ട്, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. ഇന്ത്യയിലെ ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ദാമോദർ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. നെക്സ്റ്റ്, ദ മേജർ ട്രിബ്യൂട്ടറി ഓഫ് ഹൂഗ്ലി. അപ്പൊ ഞാൻ പറഞ്ഞു ഹൂഗ്ലിയുടെ പോഷക നദി എന്നും പറയാം, ഗംഗയുടെ പോഷക നദി എന്നും പറയാം, ഭാഗീരഥിയുടെ പോഷക നദി എന്നും പറയാം. ഏതാ? ഈ ദാമോദർ. കാരണം ഈ ഹുഗ്ലി നദി എന്ന് പറഞ്ഞാൽ ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ്. ഓക്കെ, അപ്പൊ ദാമോദർ ഗംഗയുടെ പോഷക നദി എന്നും പറയാം, ഹുഗ്ലിയുടെ പോഷക നദി എന്നും പറയാം. ഓക്കെ, നമ്മൾ രണ്ടും കൂടെ ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. ക്ലിയർ ആണ്? ദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ ദ റിഫ്റ്റ് വാലി ഓഫ് ചോട്ടാ നാഗ്പൂർ. അപ്പോൾ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അല്ലെ. അപ്പൊ ചോട്ടാ നാഗ്പൂർ എന്ന ഫ്രംഷ താഴ്വരയിലൂടെ, റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. അതായത് ചോട്ടാ നാഗ്പൂരിലെ ആ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. മറന്നുപോലെ, റിഫ്റ്റ് വാലി ഓഫ് ചോട്ടാ നാഗ്പൂർ. ആ ചോട്ടാ നാഗ്പൂരിലെ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ദാമോദർ. ക്ലിയർ ആണ്? ദാമോദർ. ഓക്കെ അല്ലേ? ദാമോദർ. മറന്നുപോലെ. നെക്സ്റ്റ്, ദ റിവർ വിച്ച് നോൺ ആസ് സോറോ ഓഫ് ബംഗാൾ. ഞാൻ പറഞ്ഞു ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ. മാറിപ്പോലെ, ബീഹാറാണ് കോസി വരുന്നത്. വെസ്റ്റ് ബംഗാൾ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ക്ലിയർ ആണ്? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാണ് ഇന്ത്യസ് ഫസ്റ്റ് മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ റിവർ ദാമോദർ. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് അത് നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ദാമോദർ നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ദാമോദർ നദി. ആ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് ഏതിന് മാതൃകയാക്കിയാണ് ചെയ്തിട്ടുള്ളത്? അമേരിക്കയിലെ
ബെന്നിസി വാലി പ്രോജക്റ്റിനെ മാതൃകയാക്കിയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക, മറന്നുപോലെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് 5 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ദ റിവർ നോൺ ആസ് ബയോളജിക്കൽ റിസർച്ച് ഈസ് ദാമോദർ ആണ്. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ, ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നു. അപ്പൊ ഗംഗയുടെ പോഷക നദി അല്ലെങ്കിൽ ഹൂഗ്ലിയുടെ പോഷക നദി എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. ജസ്റ്റ് നമ്മൾ പറയുകയാണെ ഇത് ഛോട്ടാ നാഗ്പൂരിലെ ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് ദാമോദർ നദിയാണ്. ഇനി ബംഗാളിന്റെ ദുഃഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാം ദാമോദർ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ദാമോദർ നദി. കിട്ടൂലേ? ഓക്കെ ആണോടെ? പോയിന്റ് ഓക്കെ അല്ലേ? മറക്കാതെ ഓർക്കുക, ഈ പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണേ. ഹൂഗ്ലി നദിയെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഹൂഗ്ലി ഞാൻ പറഞ്ഞു ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ്, ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമുക്കറിയാം കൊൽക്കത്ത എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് ഹൂഗ്ലി നദിക്കരയിലാണ്. ഹൂഗ്ലി നദിക്കര, കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിക്കരയിലാണ്. അതുപോലെ നമുക്കറിയാം കൊൽക്കത്ത വാട്ടർ മെട്രോ നിലവിൽ വന്നിട്ടുണ്ട്. കൊൽക്കത്തയിൽ വാട്ടർ മെട്രോ നിലവിൽ വന്നിട്ടുണ്ട്. ആ വാട്ടർ മെട്രോ സഞ്ചരിക്കുന്ന വണ്ടി നമ്മളെ ട്രെയിൻ പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് അണ്ടർ വാട്ടറിൽ ഒരു ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് അണ്ടർ വാട്ടർ റെയിൽ ടണൽ ഇൻ ഇന്ത്യ ഈസ് കൺസ്ട്രക്റ്റഡ് അണ്ടർ ദ റിവർ ഹൂഗ്ലി. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റെയിൽ ടണൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലായിട്ടാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലായിട്ടാണ്. മറന്നുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചത് ഏത് നദിയിലായിട്ടാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിൽ. മറന്നുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽ ടണൽ അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചത് ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. ഹൂഗ്ലി നദിയിലാണ്. അപ്പോൾ കൊൽക്കത്ത വാട്ടർ മെട്രോ ഒക്കെ നമുക്കറിയാം. ആ വാട്ടർ മെട്രോ സഞ്ചരിക്കണമെങ്കിൽ അവിടെ ഒരു സഞ്ചരിക്കാനുള്ളൊരു പാത വേണം, ശരിയല്ലേ? സോ അത് അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദി. ഹൂഗ്ലി നദി മറന്നുപോലെ. ഓക്കെ, അത് ഗംഗയുടെ ഏറ്റവും വലിയ കൈവഴിയാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൊൽക്കത്ത പോർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹൂഗ്ലി റിവർ. കൊൽക്കത്ത എന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിക്കരയിലായിട്ടാണ്. കൊൽക്കത്ത പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിക്കരയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം മറന്നുപോലെ. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു ദ ഫറാക്ക ബാറേജ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ഹൂഗ്ലി നദിയിൽ 1975. ഈ ഫറാക്ക അണക്കെട്ട്, ഈ ഫറാക്ക അണക്കെട്ട്, അപ്പോൾ ഫറാക്ക അണക്കെട്ട് അല്ലെങ്കിൽ തടയണ എന്ന് പറയും, തടയണ, ഫറാക്ക തടയണ അല്ലെങ്കിൽ ഫറാക്ക അണക്കെട്ട്, ഇത് 1975 ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ചത്. അപ്പോൾ ഒരു തവണ PSC ചോദിച്ചപ്പോൾ പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആൻസർ ഫറാക്ക ബാരേജ് ആയിരുന്നു. ഫറാക്ക ബാരേജ് ആയിരുന്നു, മറന്നുപോലെ. അപ്പോൾ ഈ ഫറാക്ക ബാരേജ് രണ്ട് രീതിയിൽ ചോദിക്കാം. ഹൂഗ്ലി നദിയിൽ 1975 നിർമ്മിച്ച അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫറാക്ക അണക്കെട്ടാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ PSC ചോദിച്ച് ഞാൻ പറഞ്ഞു വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ ഗംഗാ നദി കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫറാക്ക അണക്കെട്ടാണ് അല്ലെങ്കിൽ ഫറാക്ക ബാരേജ് ആണ്. മറന്നുപോലെ. ഏത് വർഷം? 1975. ഓക്കെ, മറന്നുപോലെ. എല്ലാം വ്യക്തമായി തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ വാട്ടർവേ 1. അത് നാഷണൽ വാട്ടർവേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലപാത 1. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഓക്കെ, ദേശീയ ജലപാത 1 നാഷണൽ വാട്ടർവേസ് 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. ആ ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ വാട്ടർവേസ് 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അലഹബാദിനെ ഹാൽഡിയയുമായി ബന്ധിപ്പിക്കുന്നു. അലഹബാദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്തർപ്രദേശിലെ സ്ഥലമാണ്. ഹാൽഡിയ എന്ന് പറയുമ്പോൾ കൊൽക്കത്തയിലെ സ്ഥലമാണ്, അല്ലെ പശ്ചിമ ബംഗാളിലെ സ്ഥലമാണ് ഹാൽഡിയ. അങ്ങനെ ഉത്തർപ്രദേശിലെ അലഹബാദിനെയും പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേസ് 1. മറന്നുപോലെ. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗംഗാ നദി ഓപ്ഷനില്ല, അവിടെ ഭഗീരഥിയാണ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം. ഇല്ലേ, ഗംഗയും ഭാഗീരഥിയും ഇല്ല, അത് ഹൂഗ്ലിയാണ് അവിടെ ആൻസർ ആയിട്ടുള്ളത്, എങ്കിൽ ഹൂഗ്ലി എടുക്കാം. ഗംഗയുണ്ട്, ഭാഗീരഥിയും ഹൂഗ്ലിയും ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ഗംഗ എടുത്താൽ മതി. ഓക്കെ, മെയിൻ എന്ന് പറയുമ്പോൾ ഗംഗയാണ്. ഓക്കെ, നാഷണൽ വാട്ടർവേസ് 1 അതായത് ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഗംഗാ നദി. ഗംഗാ നദി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗംഗ. ഇനി അത് ഭാഗീരഥി എന്നും പറയാം, ഹൂഗ്ലി നദിയിലാണെന്നും പറയാം. നാഷണൽ വാട്ടർവേസ് 1 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണെന്ന് ചോദിച്ചാൽ അലഹബാദിനെയും ഹാൽഡിയയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അലഹബാദിനെയും ഹാൽഡിയയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണ്, മറന്നുപോലെ. അത് അലഹബാദിനെയും ഹാൽഡിയയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ? ഓക്കെ, മറന്നുപോലെ. ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ വാട്ടർവേസ് 1 ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഹൗറ ബ്രിഡ്ജ് ഈസ് ഓൺ ദി റിവർ ഹൂഗ്ലി. ഹൗറ ബ്രിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ പാലം. ഈ ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത്
ചെയ്യുന്നത് ഏത് നദിയിലായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ഹൂഗ്ലി നദിയിലാണ്. ഹൗറ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാ? ഹൂഗ്ലി നദിയിലാണ്. ഓക്കെ, ഹൂഗ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ഹൂഗ്ലി. അപ്പം നമുക്കറിയാം ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ കൈവഴിയാണ് ഹൂഗ്ലി. ഈ ഹൂഗ്ലി നദിയിലായിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചത് ഏത് നദിയിലാ? ഹൂഗ്ലി നദിയിലാണ്. മറന്നുപോലെ. അതുപോലെ കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലായിട്ടാണ്. ഇനി 1975 ഹൂഗ്ലി നദിയിൽ നിർമ്മിച്ചൊരു അണക്കെട്ടാണ് അല്ലെങ്കിൽ ഒരു തടയണയാണ് ഫരാക്ക ബാരേജ്. അപ്പോൾ PSC ചോദിച്ചപ്പോൾ എങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞു. അതായത് പശ്ചിമ ബംഗാളിൽ ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫരാക്ക ബാരേജ് ആണ്. അപ്പോൾ ഫരാക്ക ബാരേജ് നിർമ്മിച്ചത് 1975 നെക്സ്റ്റ് നാഷണൽ വാട്ടർ വേസ് 1 ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദി അല്ലെങ്കിൽ ഭാഗീരഥി അല്ലെങ്കിൽ ഹൂഗ്ലി. ഓക്കെ അല്ലേ? മറന്നു പോകാതെ തന്നെ വെക്കുക. അതായത് ഗംഗയാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ചോദിച്ചപ്പോൾ ഒക്കെ ഗംഗയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നാഷണൽ വാട്ടർ വേസ് 1 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിച്ചാലോ അവിടെ നമുക്ക് പറയാം അലഹബാദിനെയും ഹാൽഡിയെയും. അലഹബാദ് ഉത്തർപ്രദേശിലാണ്, ഹാൽഡിയ വെസ്റ്റ് ബംഗാളിലാണ്. രണ്ട് പ്ലേസുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ക്ലിയർ ആണ്? നെക്സ്റ്റ് ഹൗറ ബ്രിഡ്ജ് ആണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഹൗറ ബ്രിഡ്ജ് ആണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഹൂഗ്ലി നദിയിലാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഹൂഗ്ലി എന്നൊരു പോർഷൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് കോസിയാണ്. കോസി നമ്മൾ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. അതിപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് ആ ഒരു ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ദ മോസ്റ്റ് ഡേഞ്ചറസ് റിവർ ഇൻ ഇന്ത്യയിലെ ഏറ്റവും ആക്രമണകാരിയായ നദി. ഓക്കെ, അപ്പോൾ ഏറ്റവും ആക്രമണകാരിയായ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് നമ്മുടെ കോസി നദിയാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയ നദി കോസിയാണ്. നെക്സ്റ്റ് ദ റിവർ നോൺ ആസ് സോറോ ഓഫ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ കോസി. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. നെക്സ്റ്റ് റിവർ നോൺ ആസ് സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത് റിവർ കോസിയാണ്. അപ്പോൾ റിവർ നോൺ ആസ് സോറോ ഓഫ് ബീഹാർ എന്നറിയപ്പെടുന്നത് കോസി. അതായത് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? കോസി നദിയാണ്. മറന്നുപോലെ. നെക്സ്റ്റ് ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ഇൻ ഋഗ്വേദ ദ കോസി നോൺ ആസ് കൗശിക. അതായത് ഋഗ്വേദത്തിൽ നമ്മുടെ ഈ കോസി നദി എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കോസി നദി അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൗശിക എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? കൗശിക എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 4 പോയിന്റ് നമ്മൾ പറയുന്നു. ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നദി, ഇന്ത്യയിലെ ഏറ്റവും ആക്രമണകാരിയായ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് കോസിയാണ്. ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസിയാണ്. നമ്മുടെ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയും കോസിയാണ്. ഈ കോസി നദി ഋഗ്വേദത്തിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കൗശിക എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിലാ? കൗശിക എന്ന പേരിൽ. ഓക്കെ, 4 പോയിന്റ് ക്ലിയർ അല്ലേ? ബൈ ഹാർട്ട് അല്ലേടാ? ഓക്കെ ആണ്. നെക്സ്റ്റ് സോൺ നദിയെ കുറിച്ച് പറയുമ്പോൾ മേജർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗയുടെ പ്രധാനപ്പെട്ട വലത്ത് നിന്ന പോഷക നദിയാണ് സോൺ. ഓക്കെ, പ്രധാനപ്പെട്ട വലത്ത് നിന്നുള്ള പോഷക നദിയാണ്. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സോൺ ആണ്. നെക്സ്റ്റ് ദ റിവർ ഓൺ വിച്ച് ദ ബാണസാഗർ ഡാം ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ ബാണസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലായിട്ടാണെന്ന് ചോദിച്ചാൽ അത് സോൺ നദിയിലാണ്. ദ റിവർ ഓൺ വിച്ച് ദ ബാണസാഗർ ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി റിവർ സോണിലാണ്. അപ്പോൾ സോൺ നദിയിലായിട്ടാണ് ബാണസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബാണസാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സോൺ നദിയിലായിട്ടാണ്. മറന്നുപോലെ. ദ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ ദാറ്റ് റൈസസ് ഫ്രം ദി പെനിൻസുലാർ പ്ലേറ്റ്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഗംഗയുടെ പോഷക നദികളിൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോണാണ്. ഒരേ ഒരു പോഷക നദി മാത്രമേ ഹിമാലയത്തിൽ നിന്നും അല്ലാതെ ഉത്ഭവിക്കുന്നുള്ളൂ. അത് സോൺ നദിയാണെന്ന് നമുക്കറിയാം അല്ലേ? മറന്നുപോലെ. അപ്പോൾ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദി, ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ സോണാണ്. ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ ഇൻ സൗത്ത് നമ്മൾ തെക്ക് നിന്നുള്ള ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അത് സോണാണ്. ഓക്കെ, തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി സോണാണ്. ക്ലിയർ ആണ്? ഓക്കെ, മറന്നുപോലെ. തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദി സോണാണ്. ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് the important tributary of Ganga that rises from the Darjeeling hills of West Bengal. അതായത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് മഹാനന്ദ. അപ്പം മഹാനന്ദ എന്നൊരു നദി നിങ്ങളുടെ മനസ്സിൽ വരണം. ഈ മഹാനന്ദ എന്ന നദി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മറന്നുപോലെ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാനന്ദ. മറന്നുപോലെ. ദ റിവർ ഗംഗ എംപ്റ്റീസ് ഇൻടു ബേ ഓഫ് ബംഗാൾ. നമുക്കറിയാം കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് ഗംഗ. ആൾറെഡി നമ്മളത് പഠിച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ദ പ്രോജക്റ്റ് സ്റ്റാർട്ടഡ് ബൈ
ഇന്ത്യൻ ഗവൺമെന്റ് ടു കൺസർവ് ദ റിവർ ഗംഗ. അതായത് ഗംഗ നദിയുടെ ശുദ്ധീകരണത്തിനായിട്ട് ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. നമ്മൾ വ്യക്തമായി പറഞ്ഞു 2014 നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഗംഗയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. 2014 നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതിയാണ് നമാമി ഗംഗ. അത് അടുത്ത് നമ്മൾ നോക്കുമ്പോൾ ദ പ്രൈം മിനിസ്റ്റർ ഹു ഇംപ്ലിമെന്റഡ് നമാമി ഗംഗ പ്രോജക്ട് ശ്രീ നരേന്ദ്രമോദിയാണ്. നമ്മളത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗംഗ ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റഡ് ബൈ രാജീവ് ഗാന്ധിയാണ്. അപ്പോൾ 2 പദ്ധതി വരുന്നു. ഗംഗയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നമാമി ഗംഗ, ഗംഗയുടെ നവീകരണത്തിന് വേണ്ടിയാണ് ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. അത് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. 1986 കൊണ്ടുവരുന്നത്. 1986 കൊണ്ടുവരുന്നത്. അപ്പോൾ 2 പദ്ധതി മറന്നുപോലെ. അപ്പോൾ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ മഹാനന്ദയാണ്. നമ്മുടെ ഗംഗാനദി പതിക്കുന്ന ബംഗാൾ ഉൾക്കടലിലാണ്. നമ്മൾ ആൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗംഗാനദിയെ ശുദ്ധീകരിക്കുന്നതിലേക്ക് വേണ്ടി 2014 പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതിയാണ് നമാമി ഗംഗ. എന്നാൽ 1986 ഗംഗാ നദിയെ നവീകരിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന പദ്ധതിയാണ് ഏതാ, അത് ഗംഗ ആക്ഷൻ പ്ലാൻ ആണ്. ക്ലിയർ ആണേ? ഓക്കെ. നെക്സ്റ്റ് റിവർ കൺഫ്ലുവൻസസ്. അതായത് നമ്മുടെ ഈ നദികൾ തമ്മിൽ കൂടിച്ചേർന്ന സ്ഥലങ്ങൾ ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ആ സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് നമ്മൾ പഠിച്ചു വയ്ക്കുക. ചിലപ്പോഴൊക്കെ അത് ചോദിക്കാം. അങ്ങനത്തെ ചോദ്യങ്ങളും വരാറുണ്ട്. സോ 2 നദികൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? റിവർ കോൺഫ്ലുവൻസസ് ഒക്കെയാണ് സ്ഥലങ്ങൾ. ഓക്കെ, ആ സ്ഥലങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിലൊന്നാണ് നമ്മൾ പറയുന്നത് ഭാഗീരഥി അളകനന്ദ. ആൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഭാഗീരഥിയും അളകനന്ദയും കൂടിച്ചേരുന്ന സ്ഥലം ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ദേവപ്രയാഗ് അല്ലെ? ദേവപ്രയാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മുതലാണ് ഗംഗാ നദി ഭാഗീരഥി എന്ന പേര് മാറ്റി ഗംഗാ നദി എന്ന് ഒഴുകി തുടങ്ങുന്നത്. ഓക്കെ, ക്ലിയർ ആണ്? നെക്സ്റ്റ് നമ്മൾ പറയുന്നു ഗംഗ യമുന സരസ്വതി നമ്മൾ പരിചയപ്പെട്ടു. അത് ത്രിവേണി സംഗം എന്നാണ് അറിയപ്പെടുന്നത്. അത് ആ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗിലാണ്. ത്രിവേണി സംഗം സംഗമിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഭാഗീരഥി അളകനന്ദ ദേവപ്രയാഗ്, ഗംഗ യമുന സരസ്വതി അത് പ്രയാഗിലാണ്. ആ സ്ഥലം അറിയപ്പെടുന്നത് ത്രിവേണി സംഗം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് അളകനന്ദയും മന്ദാകിനിയും കൂടെ സംഗമിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് രുദ്രപ്രയാഗ് എന്നാണ്. അപ്പോൾ അളകനന്ദ മന്ദാകിനി ചേരുന്നത് രുദ്രപ്രയാഗിലാണ് കൂടിച്ചേരുന്നത്. മറന്നുപോലെ ഈ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വീണ്ടും റിപ്പീറ്റ് ചോദിക്കാൻ പറ്റുന്നതാണ്. അളകനന്ദയും പിണ്ടാർ എന്നൊരു നദിയുണ്ട്. അളകനന്ദ, പിണ്ടാർ ഈ 2 നദിയും കൂടെ കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് കർണപ്രയാഗിലാണ്. അല്ലെ? കർണപ്രയാഗ്. അളകനന്ദ, പിണ്ടാർ എന്നീ നദികൾ കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ കർണപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. കർണപ്രയാഗ്. നെക്സ്റ്റ് അളകനന്ദയും ധൗളിഗംഗ എന്ന നദി. അളകനന്ദ അതുപോലെ ധൗളിഗംഗ എന്നീ നദികൾ കൂടിച്ചേരുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ അത് വിഷ്ണുപ്രയാഗിലാണ്. അളകനന്ദയും ധൗളിഗംഗയും കൂടിച്ചേരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഷ്ണുപ്രയാഗ് എന്ന സ്ഥലത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കൂടിച്ചേരുന്ന സ്ഥലങ്ങളൊക്കെ ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗീരഥി അളകനന്ദ ദേവപ്രയാഗാണ്. ഗംഗ യമുന സരസ്വതി അത് പ്രയാഗിൽ അല്ലെങ്കിൽ അലഹബാദ് വെച്ചിട്ടാണ്. ആ സ്ഥലം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിവേണി സംഗം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ. അളകനന്ദയും മന്ദാകിനിയും കൂടെ കൂടിച്ചേരുന്നത് രുദ്രപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അളകനന്ദയും പിണ്ടാർ നദിയും കൂടെ കൂടിച്ചേരുന്നത് കർണപ്രയാഗിലാണ്. നെക്സ്റ്റ് അളകനന്ദയും ധൗളിഗംഗയും കൂടെ കൂടിച്ചേരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വിഷ്ണുപ്രയാഗിലാണ്. ഓക്കെ. നെക്സ്റ്റ് നിയർ പ്ലേസസ് ഓഫ് ദി റിവർ ഗംഗ. ഗംഗാ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് നമ്മൾ പറയുന്നത്. നിയർ പ്ലേസസ്, ഗംഗാ നദിയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ പറയുന്ന 5 പട്ടണങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. വേറെയും ഒരുപാട് പട്ടണങ്ങളുണ്ട്. എന്നാൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 5 പട്ടണങ്ങൾ പറയുന്നു. അതാണ് ഹരിദ്വാർ, കാൺപൂർ, പാട്ന, വാരണാസി, ഋഷികേശ്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഹരിദ്വാർ, കാൺപൂർ, പാട്ന, വാരണാസി, ഋഷികേശ് എന്നീ പട്ടണങ്ങൾ ഏത് നദിക്കരയിലാണ്? ആ ഗംഗയുടെ തീരത്തായിട്ടാണ്. നമ്മൾ ഒരു ലോജിക്കും ഇല്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹരിയുടെ കണ്ണിൽ പാറ്റ കയറി. വാരണാസിയിലെ ഋഷി പറഞ്ഞു ഗംഗയിൽ മുങ്ങിയാലെല്ലാം ശരിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, എങ്ങനെയാണ് കണ്ണിൽ പാറ്റ കയറിനൊക്കെ തോന്നും. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. അതായത് ഹരിയുടെ കണ്ണിൽ കാൺപൂർ അല്ലേ? ഹരിദ്വാർ, കണ്ണിൽ കാൺപൂർ. ഓക്കെ.
പാറ്റ്ന എന്ന് പറയുമ്പോൾ പാറ്റ കയറി. വാരണാസിയിലുള്ള ഋഷിയ എന്ന് പറയുമ്പോൾ ഋഷികേശ് അല്ലെ ഋഷി എന്ത് പറഞ്ഞു? ഗംഗയിൽ മുങ്ങിയാൽ എല്ലാം ശരിയാവും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഏതാണോ ഈ 5 പേരുകൾ ഓർക്കാൻ പറ്റുകയാണെങ്കിൽ ആ രീതിക്ക് ഓർത്താൽ മതി. അതിൻ്റെ ബേക്കിലോട്ടൊന്നും പോകണ്ട, വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഓക്കെ ആണല്ലേ? ഈ 5 പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതായത് ഹരിയുടെ കണ്ണിൽ പാറ്റ കയറി, വാരണാസിയിലെ ഋഷി പറഞ്ഞു ഗംഗയിൽ മുങ്ങിയ എല്ലാം ശരിയാവും. ഹരിദ്വാർ, കാൺപൂർ, പാട്ന, വാരണാസി, ഋഷികേശ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ക്ലിയർ. നെക്സ്റ്റ്, ഈ ഹരിദ്വാർ എന്നൊരു സ്ഥലം നിങ്ങൾ മറന്നുപോലെ. കാരണം ഗംഗാ നദി ഹിമാലയത്തിൽ നിന്നാണ് പതിക്കുന്നത് അല്ലേ? അപ്പോൾ ഹിമാലയ നദി സമതലത്തിലേക്ക് പതിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമതലം, ഗംഗാ നദി സമതലത്തിലേക്ക് പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഹരിദ്വാർ വെച്ചിട്ടാണ്. ഗംഗാ നദി സമതലത്തിലേക്ക് പതിക്കുന്നു എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് ഹരിദ്വാറിലാണ്. അപ്പോൾ ഗംഗാ നദി സമതലത്തിലേക്ക് പതിക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിദ്വാർ മറന്നുപോലെ ഹരിദ്വാർ ആണ്. ക്ലിയർ ആണ് ആ പോയിന്റ്? ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നു കുംഭമേള ഈസ് ഹെൽഡ് ഇൻ ദി ബാങ്ക്സ് ഓഫ് ദി റിവർ ഗംഗ. അപ്പോൾ കുംഭമേള എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കലാണ്. കുംഭമേളയുണ്ട്, അത് എന്ന് പറയുമ്പോൾ 12 വർഷത്തിലൊരിക്കലാണ്. ഇനി മഹാകുംഭമേളയുണ്ട്, 144 വർഷത്തിലൊരിക്കലാണ്. അപ്പോൾ ഈ കുംഭമേള നടക്കുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ അത് ഗംഗാ നദിക്കരയിലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, കുംഭമേളയൊക്കെ നടക്കുന്നത് ഗംഗാ നദിക്കരയിലായിട്ടാണ്. ഓക്കെ, അപ്പോൾ അർദ്ധ കുംഭമേളയുണ്ട് 12 വർഷത്തിലൊരിക്കൽ. അതിനി മഹാകുംഭമേള എന്ന് പറയുമ്പോൾ 144 വർഷത്തിലൊരിക്കലാണ്. ഇത് നടക്കുന്നത് ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദിയുടെ തീരത്തായിട്ടാണ്. ഓക്കെ അല്ലേ? ഇത്രയും പോയിന്റ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ശരി തന്നെ ഈ പോയിന്റിൽ ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ചോദിക്കാത്ത ഭാഗങ്ങൾ, അപ്പോൾ വെറുതെ നടക്കുന്ന ഭാഗങ്ങൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാക്സിമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗംഗാനദി നിങ്ങൾ ആലോചിക്കുമ്പോൾ ആ ഗംഗാ നദിയുടെ ഉത്ഭവം നിങ്ങൾ ആലോചിക്കുക. എവിടെ നിന്നാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആലോചിക്കുക. പോഷക നദികൾ ഏതൊക്കെയാണ്, ഗംഗാ നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. സോ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് മനസ്സിൽ എല്ലാ പോയിന്റും കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. കാണുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ നല്ല രീതിയിലാണ് ഈ ഒരു പോർഷൻ കാണുന്നതെങ്കിൽ, ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ തന്നെ ബൈഹാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പം നിങ്ങൾ മാക്സിമം പഠിച്ചിട്ട് തന്നെ പോവുക. ഇത് ഈ ഭാഗത്ത് നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ നമ്മൾ ഈ ഒരു ഗംഗ എന്നൊരു ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. സോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണേ? ഹായ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ടൈപ്പ് റൈറ്ററിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഏതൊരു പരീക്ഷയാണെന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആവട്ടെ, LD ടൈപ്പിസ്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആവട്ടെ, അല്ലേ, ഏതൊരു എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പല സമയങ്ങളിലും പല ക്ലാസ്സുകളിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെ എന്നതുകൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലളിതമായിട്ട് ഈ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവസാനം വരെ ക്ലാസ് നിർബന്ധമായിട്ടും കാണുക. അതുപോലെ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ എന്താ നോക്കുന്നത്? ടൈപ്പ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ റിബൺ. ടൈപ്പ് ബാസ്ക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് നമ്മുടെ റിബൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, വെറുതെ നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? അക്ഷരം പതിയണം അല്ലേ? അക്ഷരം പതിയണമെങ്കിൽ എന്ത് വേണം? റിബൺ വേണം അല്ലേ? റിബണിലാണ് നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ അക്ഷരം ഇംപ്രിന്റ് ചെയ്യേണ്ടുന്ന ഇങ്ക് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ റിബണിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് റിബൺ? നോക്കാം. എന്താ റിബൺ? റിബൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ ഒരു ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോ കീയും പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ലെറ്ററിൻ്റെ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മഷി അല്ലെങ്കിൽ ഇങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് റിബൺ. ഇതൊരു ബൈക്രോം റിബൺ ആണ് നിങ്ങളിവിടെ കാണുന്നത് അല്ലേ? ബൈക്രോം റിബൺ എന്ന് പറഞ്ഞാൽ എന്താ? ബൈക്രോം റിബൺ, മോണോക്രോം, ബൈക്രോം. നമ്മുടെ ഫോണിലുള്ള പല സെറ്റിങ്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മോണോക്രോം, ബൈക്രോം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈക്രോം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ബ്ലാക്കും മറ്റൊരു കളറും, 2 കളർ വന്നാൽ എന്ത്? ബൈക്രോം. ഓക്കെ, അപ്പോൾ റിബണിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഷർമെൻറ്റ്സ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ലെങ്ത്. അപ്പോൾ
ഒരു റിബണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ റിബണിനെല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. കാരണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റിലുള്ള ഒരേ ഒരു ഭാഗമാണ് ടൈപ്പ് റൈറ്ററിലെ റിബൺ സ്പൂൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ലെങ്ത് നോക്കാം. ലെങ്ത് എത്ര? മീറ്റർ പറഞ്ഞാൽ എത്ര? 10 മീറ്റർ ആണ് ലെങ്ത് അല്ലേ, 10 മീറ്റർ. അതുപോലെ നമുക്ക് യാർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് UK ടേംസിൽ ഇപ്പോൾ യാർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇംഗ്ലീഷുകാരൻ്റെ സാധനമാണ് ടൈപ്പ് റൈറ്റർ അല്ലേ. അപ്പോൾ യാർഡിൽ പറയുകയാണെങ്കിൽ 12 യാർഡാണ് റിബണിൻ്റെ നീളമെന്ന് പറയുന്നത്. നോക്കാം, 10 മീറ്റർ അല്ലെങ്കിൽ 12 യാർഡ്. 10 മീറ്റർ അല്ലെങ്കിൽ 12 യാർഡ്, മറന്നുപോലെ നോക്കാം. അതുപോലെ വിട്ട് നോക്കാം. വിട്ട് എത്ര? 1/2 ഇഞ്ചാണ് വിട്ട്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇതെല്ലാം എന്താണ്? കോമൺ ആയിരിക്കണം അല്ലേ. അതുപോലെ നമുക്ക് ഇഞ്ചല്ല, മില്ലിമീറ്ററിൽ പറഞ്ഞാൽ 13 മില്ലിമീറ്റർ ആണ് റിബണിന്റെ വിട്ട്. അതുപോലെ സെന്റിമീറ്ററിൽ പറഞ്ഞാൽ 1.27 സെന്റിമീറ്റർ ആണ് അല്ലേ, 1.27 സെന്റിമീറ്റർ. നിങ്ങൾ ഈ വാല്യൂസ് ഒന്നും കണ്ട് ഞെട്ടണ്ട, പക്ഷേ ഇതെല്ലാം നിരന്തരം മാറ്റിയും തിരിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? റിബണിന്റെ വിട്ട് 1/2 ഇഞ്ചിൽ ചോദിക്കും ചിലപ്പോൾ, അതുപോലെ മില്ലിമീറ്റർ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റൻ ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ സെന്റിമീറ്റർ ചോദിക്കും. ലെങ്ത് എത്രയാണ്? 10 മീറ്റർ അല്ലെങ്കിൽ 12 യാർഡ്. യാർഡിൽ ചോദിച്ചിട്ടുണ്ട്, മീറ്ററിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേ മതിയാകത്തുള്ളൂ. എത്ര? വിട്ട് എത്ര? 1/2 ഇഞ്ച് അല്ലേ, 1 ഇഞ്ച് അല്ലേ. 1 ഇഞ്ച് 30 ഇഞ്ചാണ് ഒരു അടി അല്ലേ. അപ്പോൾ ഇത്രയാണ് വിട്ട്. എത്രയാണ്? 1/2 ഇഞ്ച്. അതുപോലെ മില്ലിമീറ്ററിൽ പറഞ്ഞാൽ 13 മില്ലിമീറ്റർ. അതുപോലെ സെന്റിമീറ്ററിൽ പറഞ്ഞാൽ 1.3 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ 13 മില്ലിമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിനൊരു എന്താ പറയാം, 1.27 ആയതുകൊണ്ട് ഇതിനിവിടെ 13 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലേ. അതിൻ്റെ എക്സാക്ട് മെഷർമെന്റിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്, മനസ്സിലായില്ലേ. അപ്പോൾ 1.27 സെന്റിമീറ്ററിന് അതിനെ മില്ലിമീറ്ററിൽ പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പ്രശ്നം മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ്? 1/2 ഇഞ്ച് എന്ന് പറയാൻ എത്ര? 13 മില്ലിമീറ്റർ അല്ലെങ്കിൽ എത്രയാണ്? 1.27 സെന്റിമീറ്റർ. ഇത്രയാണ് നമ്മുടെ റിബണിന്റെ മെഷർമെന്റ്സ്. ഓക്കെ, അതുപോലെ ടൈപ്സ് ഓഫ് റിബൺ നോക്കാം. റിബൺ എത്ര ടൈപ്പ് ഉണ്ട്? പ്രധാനമായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെക്കോർഡ് റിബണും, 2 കോപ്പിയിങ് റിബണും. റെക്കോർഡ് റിബണും കോപ്പിയിങ് റിബണും. എന്താ റെക്കോർഡിന്റെ പ്രത്യേകത? നമ്മളെ സംബന്ധിച്ച്, നമ്മൾ +2 സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. റെക്കോർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പലപ്പോഴും നമ്മുടെ സാധാരണ നോട്ട്ബുക്ക് ആയിരിക്കില്ല റെക്കോർഡ്. എന്താണ് പ്രത്യേകത? അതിന് നല്ല കട്ടിയുള്ളൊരു ബൈൻഡ് ഉണ്ടാകും അല്ലേ, കട്ടിയുള്ളൊരു ബൈൻഡ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ റെക്കോർഡിന് കട്ടിയുള്ള ബൈൻഡ്? എന്തിനാ? റെക്കോർഡ് മീൻസ് ദാറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഫോർ എ ലോങ് ടൈം. നമ്മൾ കുറച്ച് സമയത്തേക്ക് ഈ സാധനം സൂക്ഷിച്ച് വെക്കണം. അതിന് റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? റെക്കോർഡ് റിബൺ അത്തരത്തിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിബൺ ആണ് റെക്കോർഡ് റിബൺ. എന്താണ്? ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്ററിന് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന റിബൺ റെക്കോർഡ് റിബൺ. ഇനി നോക്കാം, എന്താ കോപ്പിയിങ് റിബൺ? കോപ്പിയിങ് റിബൺ ഈസ് ജസ്റ്റ് ഫോർ ഓർഡിനറി യൂസേജ്. സാധാരണ യൂസേജിൽ കുറച്ച് കഴിഞ്ഞിട്ട് മങ്ങിപ്പോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒത്തിരി ഒന്ന് മങ്ങിപ്പോയാലും കുഴപ്പമില്ല. മങ്ങിപ്പോകാതെ ഒരുപാട് കാലം നീണ്ടു നിൽക്കേണ്ടുന്ന ഇംപ്രഷനാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? റെക്കോർഡ് റിബൺ ഉപയോഗിക്കാം. സാധാരണ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ് കോപ്പിയിങ് റിബൺ ആണ്. ഓക്കെ ആണ്. അപ്പോൾ എന്താണ്? റെക്കോർഡ് റിബണും കോപ്പിയിങ് റിബണും 2 തരത്തിലുള്ള 2 ടൈപ്സ് ഓഫ് റിബൺ ഉണ്ട്. ഒന്ന് റെക്കോർഡ് റിബൺ, 2 കോപ്പിയിങ് റിബൺ. അപ്പോൾ എന്താണ്? നോർമൽ യൂസേജിൽ, സാധാരണ യൂസേജിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കോപ്പിയിങ് റിബൺ ഉപയോഗിക്കും അല്ലേ, കോപ്പിയിങ് റിബൺ ഉപയോഗിക്കും. അതേപോലെ എന്താണ്? ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ നമുക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ഉപയോഗിക്കും? റെക്കോർഡ് റിബൺ ഉപയോഗിക്കും. എന്താണ്? റെക്കോർഡ് റിബൺ ഉപയോഗിക്കും. അതുപോലെ റിബൺ ക്യാരിയറിനെ കുറിച്ച് കൂടുതൽ പറയാം. എന്നാൽ ഈ ചിത്രത്തിൽ കണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് 2 റിബൺ സ്പൂൾ. കണ്ടോ? ഇവിടെ ഒരു റിബൺ സ്പൂൾ ഉണ്ട്, ഇവിടെ ഒരു റിബൺ സ്പൂൾ ഉണ്ട്. അപ്പോൾ ഈ റിബൺ സ്പൂളിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ റിബൺ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ റിബൺ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം എന്താ? കൃത്യമായിട്ടുള്ള ഇംപ്രഷൻ കിട്ടണം. അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻ്റ് ഒക്കെ പറയാം. അപ്പോൾ ഈ റിബൺ സ്പൂളിലാണ് നമ്മുടെ റിബൺ എന്ത് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് കാണാം, ഇവിടെ കാണാം, ഇതാണ് റിബൺ. അതേപോലെ ഇവിടെ ഇങ്ങനെ റിബൺ വെച്ചിരിക്കുന്നത് അല്ലേ, ഇതാണ് റിബൺ. അപ്പോൾ ഈ റിബൺ ക്യാരിയർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് പല പ്രാവശ്യവും അടുത്ത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, റിബൺ ക്യാരിയർ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഒരു V ഷേപ്പ് സാധനം എന്താണെന്ന് നമുക്കറിയാം. എന്താ? ടൈപ്പ് ഗൈഡ് അല്ലേ, ടൈപ്പ് ഗൈഡ്. ഇവിടെ നമ്മൾ അടിച്ചു കഴിഞ്ഞാലും ഇതുവഴി ഗൈഡ് ചെയ്ത് അവിടെ കൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇംപ്രിന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ടൈപ്പ് ഗൈഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ടും കാരേജിൻ്റെ ഫ്രണ്ടിലായിട്ടും ഇരിക്കുന്ന സാധനമാണ് റിബൺ ക്യാരിയർ. റിബൺ ക്യാരിയർ അതായത് ടൈപ്പ് റൈറ്ററിലെ റിബണിൻ്റെ അപ്വാർഡ് മൂവ്മെന്റിന്
മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെന്റിന് കാരണമാകുന്നത് എന്താണ്? റിബൺ കാരിയറാണ്. കാരിയറിനെ കുറിച്ച് പറയാം നമുക്ക്, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലായി, എന്താണ് റിബൺ എന്ന് മനസ്സിലായി, അതുപോലെ റിബണിന്റെ ബേസിക് ആയുള്ള എന്താണ് മെഷർമെന്റ്സ് മനസ്സിലായി, അതുപോലെ ടൈപ്സ് ഓഫ് റിബൺ എന്താണെന്ന് മനസ്സിലായി. റെക്കോർഡ് റിബൺ ഉണ്ട്, കോപ്പിംഗ് റിബൺ ഉണ്ട് അല്ലേ, രണ്ട് തരത്തിലുള്ള റിബൺ ഉണ്ട്. റെക്കോർഡ് ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇംപ്രിന്റ് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? റെക്കോർഡ് റിബൺ ഉപയോഗിക്കും. അപ്പോൾ കോപ്പിംഗ് റിബൺ എന്തിനാണ്? ഓർഡിനറി പർപ്പസ് നമ്മൾ എന്ത് ഉപയോഗിക്കും? കോപ്പിംഗ് റിബൺ ഉപയോഗിക്കും അല്ലേ. ഇനി നമുക്ക് നോക്കാം, ഈ റെക്കോർഡ് റിബണിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോട്ടൺ റിബണും അതുപോലെ എന്താണ് സിൽക്ക് റെക്കോർഡ് റിബണും. എന്താണ് കോട്ടൺ റെക്കോർഡ് റിബണും അതേപോലെ സിൽക്ക് റെക്കോർഡ് റിബണും. എന്താ കോട്ടന്റെ പ്രത്യേകത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന തോർത്തില്ലേ, അല്ലെങ്കിൽ അതുപോലെ സാധനമില്ല, അത് കോട്ടണാണ്, പ്യുവർ കോട്ടൺ ആണെന്ന് വിചാരിക്കുക അല്ലേ. അത് വെച്ചിട്ട് അതിൽ നമ്മൾ ആ എന്ന് എഴുതി, എന്നിട്ട് എന്താണ് ഒരു പേന മഷി വെച്ച് എഴുതി, എന്നിട്ട് അത് ഒരു സ്ഥലത്ത് പതിച്ചാൽ എന്താ ക്രിസ്പായിട്ടുള്ളൊരു ഇമേജ് കിട്ടോ? ഇല്ല അല്ലേ. വളരെ സ്മഡ്ജി ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടത്തുള്ളൂ അല്ലേ. എന്താ സ്മഡ്ജി എന്ന് പറഞ്ഞാൽ? വ്യക്തമായ അരികളില്ലാത്ത ചിത്രം അല്ലേ, അതാണ് സംഭവം. അപ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കോട്ടൺ റെക്കോർഡ് റിബൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇംപ്രഷൻ ഒരു സ്മഡ്ജി ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫിംഗർ പ്രിന്റുകൾ കാണാൻ കഴിയും. അതിൽ ഒരെണ്ണം സ്മഡ്ജി ആയിട്ടുള്ളതാണ്, ഒരെണ്ണം ക്രിസ്പ് ആയിട്ടുള്ളതാണ്. എന്താ ക്രിസ്പ്, എന്താ സ്മഡ്ജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വ്യക്തമായിട്ടുള്ള അരികുകൾ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം? ക്രിസ്പ് ഇംപ്രഷൻ എന്ന് പറയാം. അതുപോലെ വ്യക്തമായ അരികുകൾ കാണാൻ പറ്റുന്നില്ല, മഷി കുറച്ചെങ്കിലും പടർന്നിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം? സ്മഡ്ജി ഇംപ്രഷൻ എന്ന് പറയാം. കോട്ടൺ സ്മഡ്ജി, മറന്നു പോകത്തില്ല, തോർത്തിന്റെ കാര്യം ഓർത്താൽ മതി. അതുപോലെ സിൽക്ക് ആണെങ്കിൽ എന്താണ്? ക്രിസ്പ് ആയിട്ടുള്ള ഇംപ്രഷൻ കിട്ടും അല്ലേ. പട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ഇതുപോലെ എന്താണ് കോട്ടൺ പോലെ ആയി പോകത്തില്ല, കൃത്യമായിട്ട് ക്രിസ്പായിട്ടുള്ള ഒരു ഇംപ്രഷൻ നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൽക്ക് റെക്കോർഡ് റിബണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, മറന്നു പോകരുത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് എന്താണ്? റിബണിന്റെ ലെങ്ത് എത്ര? 10 മീറ്റർ അല്ലെങ്കിൽ 12 യാർഡ്. വിഡ്ത്ത് എത്ര? 1/2 ഇഞ്ച്, 13 മില്ലിമീറ്റർ, 1.27 സെന്റിമീറ്റർ. ടൈപ്സ് ഓഫ് റിബൺ, റെക്കോർഡ് റിബൺ ഉണ്ട്, കോപ്പിംഗ് റിബൺ ഉണ്ട്. ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ എന്താ? റെക്കോർഡ് റിബൺ ഉപയോഗിക്കും. അതുപോലെ കോപ്പിംഗ് റിബൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? ഓർഡിനറി യൂസേജിനല്ലേ, മറന്നു പോകരുതേ. അതുപോലെ എന്താണ്? കോട്ടൺ റെക്കോർഡ് റിബൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മഡ്ജി ഇംപ്രഷൻ കിട്ടും. സിൽക്ക് ആണെങ്കിൽ ക്രിസ്പ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ കിട്ടും. ഓക്കെയാണ്. അതുപോലെ ബൈക്കളർ റിബൺ അല്ലെങ്കിൽ ബൈക്രോം റിബൺ എന്നൊക്കെ പറയും, പല പേരുകളിൽ പറയും. അതിൻ്റെ എല്ലാം അർത്ഥത്തിൽ അവസാനം നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ 2 കളർ ഉണ്ടെന്നുള്ളതാണ്. 2 കളർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 2 കളർ ആവശ്യമുണ്ട്. ഒന്നുകിലും മിക്കവാറും ബ്ലൂവും അതിനോടൊപ്പം റെഡും ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്കും റെഡും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എന്താണ്? റെഡും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. റെഡ് മാത്രമേ എടുത്ത് കാണാൻ പറ്റുന്നുള്ളൂ അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ ബൈക്കളർ റിബൺ എന്താണെന്ന് മനസ്സിലായി. എന്താണ്? മുകളില് എന്ത് നിറം കിട്ടും? കറുത്ത നിറവും താഴെ ചുവന്ന നിറവും. ഇങ്ങനെ 2 നിറം കിട്ടുന്ന റിബണാണ് ബൈക്കളർ അല്ലെങ്കിൽ ബൈക്രോം റിബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ട് നമ്മുടെ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ റെഡിൽ അല്ലെങ്കിൽ ബ്ലാക്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒന്നുകിൽ കളർ മാറ്റി ടൈപ്പ് ചെയ്യുന്നത്. എന്തായാലും 2 കളറുള്ള റിബണിനെ നമ്മൾ എന്ന് പറയും? ബൈ കളർ റിബൺ എന്ന് പറയും. അപ്പോൾ ഈ ബൈ കളർ റിബണിൽ റെഡ് കളർ, മിക്കവാറും റെഡ് കളറാണ് ബൈ കളറിൽ ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ പച്ച കളർ ഉപയോഗിക്കുന്ന റിബണുകളും ഉണ്ട്. എന്നാൽ സാധാരണ കണ്ടുവരുന്നത് ബൈ കളർ റിബണിൽ റെഡാണ് അല്ലേ. എന്താണ്? ബ്ലൂവിനോടൊപ്പമോ അല്ലെങ്കിൽ ബ്ലാക്കിനോടൊപ്പമോ അഡീഷണൽ ആയിട്ട് കണ്ടുവരുന്ന നിറം എന്താണ്? റെഡാണ്. നോക്കാം. ഇൻ ബൈ കളർ റിബൺ റെഡ് ഈസ് അറ്റ് ദ ബോട്ടം ആൻഡ് ബ്ലൂ ഓർ ബ്ലാക്ക് ഈസ് അറ്റ് ദ ടോപ്പ്. ഉറപ്പായിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കാരണവശാലും റെഡ് തിരിഞ്ഞു വരത്തില്ല. നമ്മൾ ഈ റിബൺ എടുത്ത് നമ്മുടെ സ്പൂളിൽ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയാ ഫിക്സ് ചെയ്യാവൂന്നാണ് പറയുന്നത്, തിരിച്ച് ഫിക്സ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നോക്കാം. ഇൻ ബൈ കളർ റിബൺ റെഡ് ഈസ് അറ്റ് ദ ബോട്ടത്തിൽ താഴെ എന്തായിരിക്കും? റെഡ് അല്ലേ. അതുപോലെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് എവിടെയായിരിക്കും? ടോപ്പിൽ, മുകളിലായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് മുകളിൽ. അപ്പോൾ നോക്ക്, മനസ്സിലാക്കേണ്ട ഒറ്റ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിത് ടൈപ്പ് ചെയ്യുമ്പോൾ റെഡ് താഴെയാണ് റെഡ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെഡിൻ്റെ ഇംപ്രഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ റിബൺ കാരിയർ ഒരുപാട് മൂവ് ചെയ്യണം, റൈറ്റ് അല്ലേ. അതുപോലെ നമുക്ക് നോർമലി എന്ത് കിട്ടണം? ബ്ലാക്ക് ഇംപ്രഷൻ കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മുകളിൽ വെച്ചാൽ ചെറുതായിട്ട് മൂവ് ചെയ്ത പോരെ. അപ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മൾ
ബ്ലാക്ക് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ബ്ലാക്ക് ആണ് മുകളിലുള്ളത്, അല്ലെങ്കിൽ ബ്ലൂ ആണ് മുകളിലുള്ളത്, റെഡ് ആണ് ബോട്ടത്തിലുള്ളത്. മറന്നു പോകണ്ട. നോക്കാം. വൈൽ ടൈപ്പിംഗ് വിത്ത് ബൈക്രോം റിബൺ ഇഫ് ബ്ലാക്ക് ആൻഡ് റെഡ് അപ്പിയേഴ്സ് ഓൺ എ സിംഗിൾ ലെറ്റർ ഈസ് കാൾഡ് ബ്ലീഡിങ്. എന്താണ് ബ്ലീഡിങ്? നമ്മൾ കൈമുറിച്ചാൽ രക്തം വാർന്നൊഴുകും, അതിനെ നമ്മൾ ബ്ലീഡിങ് എന്ന് വിളിക്കുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? അതുപോലെ ഒരു ലെറ്ററിൽ നമ്മൾ സാധാരണ ബ്ലാക്കിൽ ലെറ്റർ അടിക്കാൻ വിചാരിക്കുകയാണ്. ബ്ലാക്കിൽ എ എന്ന് ടൈപ്പ് ചെയ്തു. എ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ മുകളിൽ ബ്ലാക്കും താഴെ റെഡും വന്നു. അപ്പോൾ അതിനെ ബ്ലീഡിങ് എന്ന് വിളിക്കുന്നു. ഇത്രയേ ഉള്ള കാര്യം. രണ്ടും കൂടെ മിക്സായി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ്. അതെങ്ങനെ സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഈ ക്യാരിയർ കുറച്ച് പൊന്തി വന്നു. ചിലപ്പോൾ സംഭവിച്ചു പോകാം അല്ലേ? കാരണം എത്ര, 1/2 ഇഞ്ച് മാത്രമാണ് നമ്മുടെ ഈ റിബണിൻ്റെ വിട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൽ 1/4 ഇഞ്ചിലാണ് ബ്ലാക്കും, ബാക്കി 1/4 ഇഞ്ചിൽ എന്ത് വരും? റെഡും വരും. ചിലപ്പോൾ സംഭവിച്ചു പോകാം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതിന് നമ്മൾ ബ്ലീഡിങ് എന്ന് പറയും. എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ബ്ലീഡിങ് പലപ്പോഴും കാണാറുണ്ട്. എന്താ ബ്ലീഡിങ്? മനസ്സിലാക്കി വെക്കുക. ഒരു സിംഗിൾ ലെറ്ററിൽ 2 നിറങ്ങൾ റെഡ് കൂടെ ആപ്ലിക്കബിളായി വരുമ്പോൾ, റെഡ് കൂടെ ഇംപ്രിൻ്റായി വരുമ്പോഴാണ് വരുന്നത്? ബ്ലീഡിങ് വരുന്നത്. അപ്പോൾ അതായത് ചിലപ്പോൾ എ അടിക്കുന്ന സാധാരണ ഇവിടെ ബ്ലാക്ക് അല്ലേ, ഇവിടെയാണ് എ പതിയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ റെഡിലോട്ട് റിബൺ പൊസിഷൻ ഇൻഡിക്കേറ്റർ മാറ്റി കഴിഞ്ഞാൽ എ പതിയേണ്ട ഇവിടെയാണ് അല്ലേ? ഇതങ്ങനെയല്ല. പതിയുന്നത് ഇങ്ങനെയാണെങ്കിൽ മുകളിൽ ബ്ലാക്കും താഴെ ചുവപ്പും വരും അല്ലേ? ഇതാണ് പറയുന്നത്? ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലീഡിങ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ റിബൺ എക്കണോമി. എന്താ റിബൺ എക്കണോമി? എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമി നമ്മൾ ഒരു സാധനത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. ഒരുപാട് എക്കണോമിക്സിലോട്ടൊന്നും പോകണ്ട നിങ്ങൾ. എന്തായാലും മാക്സിമം യൂസ് ഓഫ് എ റിബൺ. ഒരു ചെരുപ്പ് വാങ്ങിച്ച് അതിൻ്റെ എക്കണോമി എങ്ങനെ പരിശോധിക്കും? എത്ര കാലം നമ്മൾ ഉപയോഗിച്ചു അല്ലേ? പുതിയൊരു ചെരുപ്പ് വാങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പുതിയൊരു ചെരുപ്പ് ഇനി വാങ്ങാൻ എത്ര കാലം എടുത്തു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഒരുപാട് കാലം, 2.5-3 വർഷക്കാലമായി ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ ചെരുപ്പ് വളരെ എക്കണോമിക് ആയിട്ടുള്ള ചെരുപ്പാണ്. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് റിബൺ എക്കണോമി. മാക്സിമം യൂസ് ഓഫ് എ റിബൺ. ഒരു റിബൺ നമുക്ക് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുന്നു, ഈ ഒരു ടേം അതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് റിബൺ എക്കണോമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിബണിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. റിബണിൻ്റെ ചലനങ്ങൾ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. സുപ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും കേട്ടോ. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും എത്ര തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് റിബണിനുണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള മൂവ്മെൻറ്റ്സ്? നോക്കാം. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ വേർഡ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെൻറ്റ് എന്ന് പറയും. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഉറപ്പായിട്ടും ടൈപ്പ് റൈറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എ പ്രസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് റിബൺ ഒന്ന് മുകളിലോട്ട് തെറിക്കും, ടൈപ്പ് ആവും, റിബൺ താഴെ പോരും. റൈറ്റ്? ഓർക്കുന്നുണ്ടോ നിങ്ങളത്? ഇതിനെയാണ് നമ്മൾ വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഇനി ഇതെന്തിനാണ് സാധ്യമാക്കുന്നത്? ഇതെന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ മൂവ്മെന്റ് എന്തിനാണ് എയ്ഡ് ചെയ്യുന്നത്? ഹെൽപ്സ് ടു ഗെറ്റ് ദ ഇംപ്രിന്റ് ഓഫ് ലെറ്റേഴ്സ് ഓൺ ദ പേപ്പർ. ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ പേപ്പറിൽ ലെറ്ററിന്റെ ഇംപ്രിന്റ് കൃത്യമായിട്ട് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന മൂവ്മെന്റ് എന്താ? അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെൻറ്റ്. മറന്നു പോകരുതേടെ, മറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു. നോക്ക്, ഒന്നാമത്തെ മൂവ്മെൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെൻറ്റ്, റിബണിനെ എടുത്തെറിയുന്ന മൂവ്മെൻറ്റ്. നോക്കുക, നമ്മളിവിടെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടൈപ്പ് ഹെഡ് ചെന്ന് എവിടെ അടിക്കും? പറ. എവിടെ? നമ്മുടെ ക്യാരേജിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഫ്രണ്ടിൽ അടിക്കുമല്ലേ? അടിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ആര് വരണം? പറ. ആര് വരണം? റിബൺ വരണം. റിബണിലാണ് മഷിയുള്ളതല്ലേ? അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ് ഉണ്ടായി റിബൺ മുകളിലോട്ട് വന്നേ മതിയാകത്തുള്ളൂ. നോക്കുക, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ത്രോ മൂവ്മെൻറ്റ്, റിബൺ ത്രോ മൂവ്മെൻറ്റ് അല്ലേ? പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റ്. അതായത് നമുക്കൊരു ലെറ്ററിൻ്റെ ഇംപ്രിൻ്റ് കിട്ടുന്നതിന് സഹായിക്കുന്ന മൂവ്മെൻറ്റ്. അതുപോലെ ഇനി നോക്കാം, രണ്ടാമത്തെ മൂവ്മെൻറ്റ് എന്താ? ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്. എന്താണ് ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്? സൈഡിലേക്കുള്ള ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ അതെന്താ? എങ്ങനെ നോക്കാം? ബിവൽ ഗിയേഴ്സ്. നോക്കാം, ബിവൽ ഗിയേഴ്സ് എവിടെയായിരിക്കുന്നത്? ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്പൂൾ ഷാഫ്റ്റ്. സ്പൂൾ ഷാഫ്റ്റിൻ്റെ ടോപ്പിലിരിക്കുന്ന ഈ ബിവൽ ഗിയേഴ്സ് ആണ് എന്തിനു സഹായിക്കുന്നത്? ലെങ്ത് വൈസ് മൂവ്മെൻറ്റിന് സഹായിക്കുന്നുള്ളവർ മനസ്സിലാക്കുക. എന്താണ് ലെങ്ത് വൈസ് മൂവ്മെൻറ്റ്? ഇത്രയേ ഉള്ളൂ. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം റിബണിൻ്റെ ഒരു സ്ഥലത്ത് തന്നെ നിരന്തരം വീഴുന്നു? നമ്മുടെ ലെറ്റർ വന്ന് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള മഷി തീർന്നു പോകും അല്ലേ? അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഈ 10 മീറ്ററുള്ള റിബൺ ഇങ്ങനെ പതുക്കെ ചലിച്ചുകൊണ്ടിരിക്കണം.
അതിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, റിബൺ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം അല്ലേ. ദേ ഇവിടെ ഇതാണ് റിബൺ സ്പൂൾ എന്ന് ഞാൻ പറഞ്ഞു. ഇതിന് നടുക്കിരിക്കുന്ന റിബൺ സ്പൂൾ ഷാഫ്റ്റിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്, ബിവൽ ഗിയർ ഇരിക്കുന്നത്. ഈ ബിവൽ ഗിയർ കാരണമാണ് എന്ത്, ഈ റിബൺ സ്പൂൾ ഷാഫ്റ്റ് ഇങ്ങനെ ചുറ്റുന്നത് അല്ലേ. ഇങ്ങനെ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കും, ഈ റിബൺ ഇങ്ങനെ ഇതിലോട്ട് ചുറ്റി വരും. അപ്പോൾ നോക്കുക, രണ്ടാമത്തെ മൂവ്മെന്റ് എന്താ, ലെങ്ത് വൈസ് മൂവ്മെന്റ്. ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, രണ്ടാമത്തേത് ലെങ്ത് വൈസ് മൂവ്മെന്റ്, മറന്നു പോകരുത്. അതുപോലെ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. എന്താണ് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് നോക്കാം. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഒരു ടൈപ്പ് റൈറ്ററിൽ ഒരു ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിബണിന് മാത്രമേ ഉള്ളൂ. നോക്കാം, എന്താ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. അവിടെ നിന്ന് നമ്മൾ ആ സ്പൂളിൽ ചുറ്റി വെച്ചിരുന്ന റിബൺ മൊത്തം ചുറ്റി ഇപ്പുറത്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം, പിന്നെ ഇങ്ങോട്ട് ചുറ്റുമോ ഇല്ല. കാര്യം എന്താ, അവിടെ എം ഡി ആയി ഈ 10 മീറ്ററിലായി 12 യാർഡ് ഇവിടെ ചുറ്റി കഴിഞ്ഞു. പിന്നെ തിരിച്ചു പോകണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആണ് എന്താ, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. നോക്കാം, when ribbon spool reaches the end of the ribbon it starts to rotate in reverse direction. അതായത് ഈ സ്പൂളിൽ എന്തെത്തി ഇത് മൊത്തം ചുറ്റി എത്തി റിബണിന്റെ എൻഡിങ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത് തിരിച്ചു കറങ്ങാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. മറന്നു പോകല്ലേ കൂട്ടുകാരെ, മറന്നു പോകരുതേ. അപ്പം മൊത്തത്തിൽ എത്ര, 3 തരത്തിലുള്ള മൂവ്മെന്റ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെന്റ്, അല്ലെങ്കിൽ ലെങ്ത് വൈസ് മൂവ്മെന്റ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളാണ് ആർക്കുള്ളത്, നമ്മുടെ റിബണിനുള്ളത്. പ്രധാനമായിട്ടും എത്ര, 3 തരത്തിലുള്ള മൂവ്മെന്റുകളാണുള്ളത്, 3 തരത്തിലുള്ള ചലനങ്ങളാണുള്ളത് അല്ലേ. അത്രേ ഉള്ളൂ ആർക്ക്, റിബണിന്റെ ചലനങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ സ്ലൈഡ് ഒന്നുകൂടെ നോക്കി പോകാതെ. എന്താണ് ബൈ കളർ റിബൺ, എന്താ ബൈ കളർ, ഇൻ ബൈ കളർ റിബൺ റെഡ് എപ്പോഴും എവിടെയായിരിക്കും, ബൈ കളർ റിബൺ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. എന്താണ് 2 നിറങ്ങളുള്ള റിബണിനെയാണ് നമ്മൾ ബൈ കളർ റിബൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ നീല അല്ലെങ്കിൽ ബ്ലാക്ക് വെച്ചിട്ടായി നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതിനോടൊപ്പം റെഡ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ന് വിളിക്കും, ബൈ കളർ അല്ലെങ്കിൽ ബൈക്രോം റിബൺ എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ എന്താ അത്, ഇൻ ബൈ കളർ റിബൺ നമ്മുടെ റെഡ് എവിടെയായിരിക്കും, താഴെയായിരിക്കും. അതേപോലെ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് എവിടെയായിരിക്കും, മുകളിലായിരിക്കും. അതുപോലെ വൈൽ ടൈപ്പിംഗ് വിത്ത് ബൈക്രോം റിബൺ ഇഫ് ബ്ലാക്ക് ആൻഡ് റെഡ് അപ്പിയേഴ്സ് ഇൻ എ സിംഗിൾ ലെറ്റർ ഇസ് കോൾഡ് ബ്ലീഡിംഗ് അല്ലേ. എന്താ ബ്ലീഡിംഗ് എന്ന് പഠിച്ചു, ഒരു ലെറ്ററിൽ 2 നിറവും വന്നാൽ, അതായത് റെഡ് കൂടെ ആഡായി വന്നാൽ അതിനെ ബ്ലീഡിംഗ് എന്ന് വിളിക്കുന്നു. റിബൺ എക്കോണമി എന്താണെന്ന് പഠിച്ചു, മാക്സിമം യൂസ് ഓഫ് എ റിബൺ, അതിനാണ് റിബൺ എക്കോണമി എന്ന് പറയുന്നത് അല്ലേ. അത് റിബൺ മൂവ്മെന്റ്സ് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മൂവ്മെന്റ്സ് ആണുള്ളത്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അതുപോലെ റിബൺ ത്രോ മൂവ്മെന്റ്. ഇത് രണ്ടും ഒന്നാണ് കേട്ടോ, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് അല്ലെങ്കിൽ റിബൺ ത്രോ മൂവ്മെന്റ്. ഇതാണ് എന്തിന് സഹായിക്കുന്നത്, നമുക്ക് ഒരു ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഇംപ്രിന്റ് പേപ്പറിൽ കിട്ടണമെങ്കിൽ സഹായിക്കുന്നത് ഏതാണ്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ്. അതുപോലെ ലെങ്ത് വൈസ് മൂവ്മെന്റ്, അതിന് ആരാ കാരണക്കാരൻ, ബിവൽ ഗിയേഴ്സ് ആണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ലെങ്ത് വൈസ് മൂവ്മെന്റിന് കാരണക്കാരൻ ആരുടെ, ബിവൽ ഗിയേഴ്സ് ആണ് അല്ലേ. അതുപോലെ വെൻ റിബൺ സ്പൂൾ ഷാഫ്റ്റ് എവിടെ എത്തുന്നു, റീച്ച് അറ്റ് ദ എൻഡ് ഓഫ് ദി റിബൺ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ, തിരിച്ചു കറങ്ങാൻ തുടങ്ങും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റിലേക്ക് പോകാം. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ റിഗാർഡിംഗ് റിബൺസ്. റിബൺസുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെക്കോർഡ് റിബൺസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻസ്. ശരിയാണല്ലേ, റെക്കോർഡ് അത് ശരിയാണ്. അതുപോലെ കോപ്പിയിങ് റിബൺസ് ആർ റിബൺസ് മെയ്ഡ് ഫോർ ഓർഡിനറി പർപ്പസ് ആൻഡ് ദേ ആൾവേസ് കണ്ടെയ്ൻ 2 ഇങ്ക്സ്. തെറ്റാണ്. കാരണം കോപ്പിയിങ് റിബണിൽ എപ്പോഴും എന്തുണ്ടാകണമെന്നില്ല, 2 തരത്തിലുള്ള മഷി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഏതാണ് ശരി, ഓൺലി 1 ഈസ് കറക്റ്റ് അല്ലേ, ബി ആണ് ഉത്തരം. ഓക്കെ. അതുപോലെ ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടൺ റിബൺസ് ഓൾവേസ് ക്രിയേറ്റ്സ് ക്രിസ്പ് ഇംപ്രഷൻസ്. തെറ്റാണ്. കാരണം കോട്ടൺ ആണെങ്കിൽ എന്താണ്, സ്മഡ്ജി ഇംപ്രഷനെ ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നെ സംശയം ഉണ്ടാകരുത് കേട്ടോ, പരീക്ഷയ്ക്ക് നോക്കിയ സംശയം ഉണ്ടാകരുത്. നോക്കാം, സിൽക്ക് റിബൺസ് ഗിവ്സ് സ്മഡ്ജി ഇംപ്രഷൻസ്. അതും തെറ്റാണ്. അപ്പോൾ ഈ തെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എല്ലാം തെറ്റല്ലേ. നോക്കാം, ഓൺലി 2 അതൊന്നും അല്ല. എന്താണ്, നോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. ഏതാ ശരി ഉത്തരം, ബി ആണ് ശരി ഉത്തരം. അതുപോലെ ദ മാക്സിമം ലൈഫ് പീരീഡ് ഓഫ് എ റിബൺ ഈസ് ടേംഡ് ആസ് എന്ത്, എക്കോണമി എന്നാണ് നമ്മൾ ടേം ചെയ്യുന്നത് അല്ലേ, എ ആണ് ഉത്തരം. അതുപോലെ റിബൺ ത്രോ മൂവ്മെന്റ് ഈസ് അതർവൈസ് കാൾഡ്, എന്താ അതിൻ്റെ മറ്റൊരു പേര്, അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ന് പറയുന്നത് റിബൺ ത്രോ മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ ഓൺ ദ റിബൺ സ്പൂൾ ഷാഫ്റ്റ് കോസസ് ലെങ്ത് വൈസ് മൂവ്മെന്റ്. എന്ത് റിബൺ സ്പൂൾ ഷാഫ്റ്റിലുള്ള എന്താണ് ലെങ്ത് വൈസ് മൂവ്മെന്റിന് കാരണമാകുന്നത്, ബിവൽ ഗിയർ ആണല്ലേ, ബിവൽ ഗിയർ ആണ്, മറക്കില്ല. അതുപോലെ ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ബിലോ. നോക്കാം, റിബൺ ത്രോ മൂവ്മെന്റ് ഈസ് അനദർ നെയിം ഓഫ് ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. തെറ്റാണ്. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് മറ്റൊരു പേരല്ല റിബൺ മൂവ്മെന്റ്, അത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ്. അതുപോലെ ബിവൽ ഗിയേഴ്സ് ഓൺ ദ റിബൺ സ്പൂൾ ഷാഫ്റ്റ് കോസസ് ലെങ്ത് വൈസ് മൂവ്മെന്റ്. ബിവൽ ഗിയേഴ്സ് ഓൺ ദ റിബൺ സ്പൂൾ ഷാഫ്റ്റ് കോസസ്
ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ശരിയാണ്. ലെങ്ത് വൈസ് മൂവ്മെൻറ്റിൻ്റെ കാരണം ആരാണ്? ബിവൽ ഗിയേഴ്സ് ആണ്. അതുപോലെ വെൻ റിബൺ സ്പൂൾ റീച്ചസ് ദ എൻഡ് ഓഫ് ദി റിബൺ ഇറ്റ് സ്റ്റാർട്സ് ടു റൊട്ടേറ്റ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ. അതായത് നോക്കുക, റിബൺ സ്പൂള് എൻഡ് ഓഫ് ദ റിബണിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് തിരിച്ച് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഏതാണ് ശരി, ഏതൊക്കെയാണ്? 2ഉം 3ഉം ശരിയായ ഉത്തരമാണ്. അപ്പോൾ എന്താണ്? സി ആണ് ശരി ഉത്തരം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. റിബൺ ക്യാരിയർ ഈസ് ബിഹൈൻഡ് ദ ഡാഷ്. റിബൺ ക്യാരിയർ എവിടെയാണ്? ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ് ആണല്ലേ. ബിഹൈൻഡ് ദ ടൈപ്പ് ഗൈഡ്. സി 3 ഓൺലി, അതാണ് സംഭവം. അതുപോലെ നോക്കാം, നോർമൽ വിഡ്ത്ത് ഓഫ് എ ടൈപ്പ് റൈറ്റർ റിബൺ എത്ര മില്ലിമീറ്റർ? 13 മില്ലിമീറ്റർ. മറന്നു പോകരുത്. വിഡ്ത്ത് ഓഫ് എ ടൈപ്പ് റൈറ്റർ റിബൺ പിന്നെയും ചോദിച്ചിട്ടുണ്ട് എത്ര? 1/2 ഇഞ്ച്, 0.5 ഇഞ്ച്. മറന്നു പോകരുത്. അതുപോലെ പിന്നെയും ചോദിച്ചിട്ടുണ്ട് സെൻറ്റിമീറ്റർ ചോദിച്ചിട്ടുണ്ട് 1.27 സെൻറ്റിമീറ്റർ. 3ഉം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ പേരുടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ റെഡ് കളർ ഇൻ മൈക്രോൺ റിബൺ ഈസ് നോർമലി എവിടെ? ബോട്ടത്തിലാണ്, താഴെയാണല്ലേ. അതിന് മറന്നു പോകത്തില്ല നമ്മൾ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് വിത്ത് റിബൺ മൂവ്മെൻറ്റ്? റിബൺ മൂവ്മെൻറ്റ് ബന്ധമില്ലാത്ത എന്താണ്? അല്ലെങ്കിൽ റിബൺ മൂവ്മെൻറ്റ് അല്ലാത്ത എന്താണ്? റിബൺ ത്രോ റിബൺ മൂവ്മെൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് നോക്കാം. റിവേഴ്സ് മൂവ്മെൻറ്റ് റിബൺ മൂവ്മെൻ്റ് ആണ്. ലെങ്ത് വൈസ് മൂവ്മെൻറ്റ് ആണ്. അപ്പോൾ ഇതാണെന്ത്? അല്ലാത്തതല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്ന മൂവ്മെൻറ്റ്. അത് നോക്കണ്ട നിങ്ങൾ. നോക്കാം, വെൻ വി ടൈപ്പ് വിത്ത് 2 കളർഡ് റിബൺ സം ടൈംസ് ബോത്ത് കളർ വിൽ അപ്പിയർ ഇൻ 1 ലെറ്റർ ഈസ് കാൾഡ് എന്ത്? വളരെ സിമ്പിളായിട്ട് പറയാം. എന്ത്? ബ്ലീഡിങ് ആണെന്ന് പറയാം അല്ലേ. അതുപോലെ ദ മൂവ്മെൻറ്റ് ഓഫ് റിബൺ ഓട്ടോമാറ്റിക്കലി ഫ്രം ഫുൾ സ്പൂൾ ടു എംപ്റ്റി സ്പൂൾ ഈസ് നോൺ ആസ് എന്താണ്? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ് അല്ലേ. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ് തിരിച്ച് കറങ്ങുന്നതിനെ എന്തെന്ന് പറയുന്നു? ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഏറെക്കുറെ അവസാനിക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3 ക്ലാസ്സോട് കൂടി നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കും. അപ്പോൾ ഇനി ഫൈനലായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്താണ്? നമ്മുടെ പരീക്ഷയും നമ്മുടെ ട്രോഫിയും നമ്മുടെ ജോലിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നേരിട്ട് കാണണം, ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ. സഹകാരി റൈസ് പ്ലസിൻ്റെ കുട്ടികളെ നേരിട്ട് കാണുക, ജോലി കിട്ടുന്ന അല്ലെങ്കിൽ അവരെ അഡ്വൈസ് അല്ലെങ്കിൽ റാങ്കിൽ ചേർത്തുന്ന കുട്ടികളെ നേരിട്ട് കാണുക, അവരോട് സംസാരിക്കുക, ഒരു നേരത്തെ ആഹാരം കഴിക്കുക, ഇതെല്ലാം നമ്മുടെ സന്തോഷങ്ങളാണ്. ഇപ്പോൾ നാളെ ഇതുവരെ നമുക്ക് 14 ജില്ലകളിലും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ജോലി വിട്ട് പോയ ആൾക്കാരെ അവരൊക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ചില പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ പങ്കാളിയാവുകയാണ്. അപ്പോൾ ഈ വരുന്ന ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് അവരെല്ലാം കാണാൻ പറ്റും. അവരുടെ പഠന രീതി 1ാം റാങ്ക് മേടിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ PSC പരീക്ഷകളിൽ ഒരുപാട് PSC പരീക്ഷകൾ 1ാം റാങ്ക് വരെ മേടിച്ച ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം പഠന രീതി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങളെയും ഒരു ദിവസം എനിക്ക് നമ്മുടെ സ്ഥാപനത്തിന് നേരിട്ട് കാണണം, ഇതാണ് ആഗ്രഹം. നിങ്ങളെല്ലാവരും വിജയിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു ഓൺലൈൻ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. നമ്മളറിയാം, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോം ടാബ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് പഠിച്ചു, ഫോണ്ട് പഠിച്ചു, പാരഗ്രാഫ് ഗ്രൂപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത് പഠിക്കേണ്ട ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റൈൽസ് ഗ്രൂപ്പാണ്, ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ സ്റ്റൈൽസ് എന്തെന്നുള്ളതാണ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻസിനെയാണ് നമ്മൾ പൊതുവേ സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ്, അതായത് ഫോർമാറ്റിംഗ് എലമെൻസുകൾ, കുറേ ഫോർമാറ്റിംഗ് എലമെൻസുകൾ എടുത്തിട്ട് തയ്യാറാക്കുന്ന ഗ്രൂപ്പുകളാണ് എന്ന് പറയാം. ഗ്രൂപ്പുകളുടെ കൂട്ടമാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സാധാരണ പഠിക്കുന്ന ഫോർമാറ്റുകൾ 2 എണ്ണമാണ്. ഒന്ന് ടെക്സ്റ്റ് ഫോർമാറ്റും മറ്റൊന്ന് പാരഗ്രാഫ് ഫോർമാറ്റുമാണ് സാധാരണ ഈ ഹോം ടാബിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് ഇപ്പോൾ ഇവിടുത്തെ സ്റ്റൈൽസും അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ഫോർമാറ്റ് അതുപോലെ പാരഗ്രാഫ് ഫോർമാറ്റിൻ്റെ ഗ്രൂപ്പാണ് ഇവിടുത്തെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ ഇവിടെ നിന്നൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യണം, നോക്കിയോ. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഈ പാരഗ്രാഫിൽ ഓൺ ദ ഇൻസേർട്ട് ടാബ്. അപ്പോൾ ഈ ഓൺ എന്താണ്? ഓൺ ഒരു എലമെൻ്റ് ആണ്. ON എന്ന് പറയുന്ന ഓൺ എന്നൊരു വേർഡാണ്. ദ എന്ന് പറയുന്ന വേർഡാണ്. അപ്പോൾ ഈ ഓയ്ക്ക് അല്ലെങ്കിൽ എന്നിന് കൊടുക്കുന്ന ഫോർമാറ്റാണ് ടെക്സ്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാരക്ടർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്നിന് ഒരുമിച്ച് കൊടുത്താലും അത് ക്യാരക്ടർ ഫോർമാറ്റാണ്. എന്നാൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് വേർഡുകളുള്ള ഈ പാരഗ്രാഫിന് ഒരുമിച്ച് കൊടുക്കുന്ന ഫോർമാറ്റാണ് പാരഗ്രാഫ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടറിനോ വേർഡിനോ കൊടുക്കുന്ന ഫോർമാറ്റ് ക്യാരക്ടർ ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫോർമാറ്റാണ്. എന്നാൽ ഈ കംപ്ലീറ്റ് ഈ എൻറ്റയർ പാരഗ്രാഫിന് അപ്ലൈ ആവുന്ന രീതിയിൽ കൊടുക്കുന്ന ഫോർമാറ്റുകളെല്ലാം പാരഗ്രാഫ് ഫോർമാറ്റാണ്. അപ്പോൾ ഇവ നമുക്കറിയാം, നമ്മൾ ഇൻഡിവിജ്വലി നമ്മളിവ കൊടുക്കാറുണ്ട്. ഇപ്പം നിലവിലത്തെ കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിഫോൾട്ട് ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്. എന്നാലും ഒരു ഫോർമാറ്റ് ഇല്ലാതിരിക്കില്ല,
നോ ഫോർമാറ്റ് അല്ല, ഡിഫോൾട്ട് ഫോർമാറ്റ് എന്നാണ് അതിന് പറയുക. അതായത് ഇപ്പോൾ ഈ ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് എഴുതിയിരിക്കുന്ന ON എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഈ പാരഗ്രാഫിന് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്യാരക്ടർ ഫോർമാറ്റുകൾ ചോദിച്ചാൽ ഇവിടെ ഒരു ഫോണ്ട് ഉണ്ടല്ലോ, അതൊരു ഫോർമാറ്റ് അല്ലേ, ഫോണ്ട് ഒരു ഫോർമാറ്റാണ്. അപ്പോൾ ഫോണ്ട് ഉണ്ട്, അതിന് കാലിബറി ബോഡി എന്ന് പറഞ്ഞൊരു ഫോണ്ട് ഉണ്ട്, അതിനൊരു സൈസ് ഉണ്ട്, 11 എന്നുള്ള ഫോണ്ട് സൈസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ റെഗുലറാണ്, ഇതിന് കളറുണ്ട്, എന്താണ് ഓട്ടോമാറ്റിക് കളറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നിലവിലൊരു ഡിഫോൾട്ട് ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ ഡിഫോൾട്ട് പാരഗ്രാഫ് ഫോർമാറ്റും ഉണ്ട്. അറിയാലോ, അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്, ഇൻഡൻറ്റ് എത്രയെന്ന് അറിയാം, ഇൻഡൻറ്റ് 0 ആണ്, ഇൻഡൻറ്റ് ഇല്ല എങ്കിലും പാരഗ്രാഫ് സ്പേസിങ് ലൈൻ സ്പേസിംഗ് ഒക്കെ ഉണ്ട്. ലൈൻ സ്പേസിങ് 1.15 ആണ്, പാരഗ്രാഫ് സ്പേസിങ് ആഫ്റ്റർ 10 പോയിൻ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡിഫോൾട്ടായിട്ട് ഇവിടെ എന്തുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. അതല്ലാതെ നമുക്ക് മറ്റ് ഫോർമാറ്റുകൾ കൊടുക്കാനും പറ്റും. ഇപ്പം എനിക്കിതിനെ ബോൾഡ് ആക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ടെക്സ്റ്റിനെ എന്താക്കി, ബോൾഡ് ആക്കി. ഇപ്പോൾ ഇത് ബോൾഡായി, ഇപ്പോൾ അത് വേറൊരു ഫോർമാറ്റിലേക്ക് മാറി. ഇതേപോലെ ഈ ഫോർമാറ്റുകൾ ചേർത്തുകൊണ്ട് ഇതിലുള്ള കുറേ കാര്യങ്ങൾ ഫോർമാറ്റുകൾ എടുത്തുകൊണ്ട് ഇവിടെ കുറേ ഫോർമാറ്റിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നോക്കുക നിങ്ങൾ നോക്കിയ സ്റ്റൈൽസിൽ ഫസ്റ്റ് കിടക്കുന്ന എന്താ, നോർമൽ ഒരു സ്റ്റൈലാണ്, നോ സ്പേസിങ് ഒരു സ്റ്റൈലാണ്, ഹെഡിങ് 1 ഒരു സ്റ്റൈലാണ്, ഹെഡിങ് 2 ഒരു സ്റ്റൈലാണ്, ടൈറ്റിൽ ഒരു സ്റ്റൈലാണ്, സബ് ടൈറ്റിൽ ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഈ നോർമലിൽ കുറേ ഫോർമാറ്റ് ഉണ്ട്. അതായത് നോർമലിൽ ഈ പാരഗ്രാഫിനും ടെക്സ്റ്റിനും കൊടുക്കാൻ കഴിയുന്ന കുറേ ഫോർമാറ്റ് ഉണ്ട്. നോ സ്പേസിങ്ങിലും ഫോർമാറ്റ് ഉണ്ട്, നോ സ്പേസിങ്ങിലും കുറേ ഫോർമാറ്റുകളുണ്ട്. ഹെഡിങ് 1ലും കുറേ ഫോർമാറ്റ് ഉണ്ട്, ഒരു ഫിക്സഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിൽ ഹെഡിങ് 1 ആക്കിയെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, പാരഗ്രാഫിൽ കുറേ ഫോർമാറ്റ് അപ്ലൈ ആയില്ലേ. ഈ പാരഗ്രാഫിന് ടൈറ്റിൽ അപ്ലൈ ചെയ്തു, ഈ പാരഗ്രാഫിൻ്റെ ഫോർമാറ്റ് മാറി, അതായത് ഈ ടെക്സ്റ്റ് ഫോർമാറ്റ് മാറി, പാരഗ്രാഫ് ഫോർമാറ്റ് ഇവിടെ എന്ത് ചെയ്തു, മാറി. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്താണ് സംഭവം, ഇതെന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ ഫോർമാറ്റ് പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കല്ല്, പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. മീൻസ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള, നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോർമാറ്റുകളുടെ കൂട്ടം. ക്ലിയർ? പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഫോർമാറ്റുകളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹെഡിങ് 1 ഉള്ള സ്റ്റൈലുകൾ എന്ന് പറയുന്നത്, ചിലപ്പോൾ ഹെഡിങ് 1 എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഹെഡിങ് 1 നോക്കിയേ, ഹെഡിങ് 1 മോഡിഫൈ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, ഹെഡിങ് 1 ഇവിടെ നോക്ക്, ഇവിടുത്തെ ഫോണ്ട് കാലിബറി ലൈറ്റ് ഹെഡിങ് ആണ് ഇവിടുത്തെ ഫോണ്ട് സൈസ് 14 ആണ്, ഫോണ്ട് സ്റ്റൈൽ ബോൾഡ് ആണ്, കളർ ബ്ലൂ ആണ്. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഡിഫോൾട്ട് ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലേക്ക് ഇവിടെ മാറി. അപ്പോൾ ഇതിൽ ഏതൊക്കെയോ കുറേ ഫോർമാറ്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് ഹെഡിങ് 1. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ, ടൈറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ടൈറ്റിൽ എന്താ ഉള്ളത്, കാലിബറി ലൈറ്റ് ഹെഡിങ് ആണ് ഇവിടുത്തെ. ഇത് 26 ആണ് ഇവിടുത്തെ ഫോണ്ട് സൈസ്. കളറ് ഈ ഒരു കളറാണ്, ഈ ഒരു കളറിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഇവിടെ അറിയാൻ പറ്റും കളറിൻ്റെ പേര് എന്താണെന്നുള്ളത്. ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും ബ്ലൂ ഷെയ്ഡിൻ്റെ ഒരു ബ്ലൂ ആണ്. ക്ലിയർലി? ഓക്കെ, ബ്ലൂ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർലി? അപ്പോൾ ഇവിടുത്തെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരികയാണ്. ക്ലിയർലി? അതുപോലെ പാരഗ്രാഫ് സ്പേസിങ്ങിൽ മാറ്റമുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്റ്റൈൽസ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റൈൽസ് കോമൺലി ടെക്സ്റ്റിന് മാത്രമല്ല ഉള്ളത്, കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല സ്റ്റൈൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റൈൽസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റൈൽ എന്താണെന്ന് ഉള്ളതാണ്. ഇപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം എപ്പോഴും, ഇവിടെ നിങ്ങൾ പഠിക്കുന്ന ഹോം ടാബിൽ പഠിക്കുന്ന സ്റ്റൈല് എന്ന് പറയുന്നത് അത് ടെക്സ്റ്റ് പാരഗ്രാഫ് സ്റ്റൈലുകളാണ്. എങ്കിലും ഇത് മാത്രമല്ല സ്റ്റൈലിൽ വരിക, സ്റ്റൈല് നമ്മളിവിടെ മാത്രമല്ല പഠിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റൈൽ ഒരു കോമൺ വാക്കാണ്, കോമൺ വേർഡാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതാണ്, ഫോർമാറ്റിംഗ് എലമെൻസുകൾ പ്രീ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോർമാറ്റിംഗ് എലമെൻസുകളുടെ കൂട്ടമാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെപ്പോഴും ഓർമ്മിച്ചിരിക്കുക, നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫോർമാറ്റിംഗ് എലമെൻസുകളുടെ കൂട്ടമാണ് സ്റ്റൈൽ. ഇവിടെ ടെക്സ്റ്റ് സ്റ്റൈലാണ് പഠിക്കുന്നത്, കാരണം ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫോർമാറ്റുകൾ ടെക്സ്റ്റുമായിട്ടും പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഫോർമാറ്റുകളാണ്. അത് കൊണ്ടാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ഇവിടെ ഇൻസേർട്ട് എടുക്കുമ്പോഴത്തേക്കും നോക്ക്, ഇൻസേർട്ടിൽ നിങ്ങൾ ഇവിടെ നിന്നൊരു ഷേപ്പ് എടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ്, നോക്കിയോ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഷേപ്പ് സ്റ്റൈൽസ് ഉണ്ട്. കണ്ടോ, ഷേപ്പ് സ്റ്റൈൽസ്, അതായത് ഇവിടെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഷേപ്പ് ഫോർമാറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഷേപ്പ് സ്റ്റൈലാണ്. ടേബിൾ എടുക്കുമ്പോൾ ടേബിൾ സ്റ്റൈൽസ് വരും. അപ്പോൾ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ
ഒരു കോമൺ ഫാക്ടറാണ്, ഒരു കോമൺ വേർഡാണ്. സ്റ്റൈലിൻ്റെ അർത്ഥം ഇതാണ്, പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് ആണ് എന്ന് പറയുന്നത് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമ്മൾ ഹോം ടാബിൽ പഠിക്കുമ്പോൾ അത് ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്? ടെക്സ്റ്റ് സ്റ്റൈലുകളെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്റ്റൈലിൻ്റെ പേരുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. അതായത് ഇതൊക്കെ സ്റ്റൈൽ ടെംപ്ലേറ്റുകളാണ്. ടെംപ്ലേറ്റാണ്. ഇപ്പോൾ നോർമൽ ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, നോ സ്പേസിങ് ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ഹെഡിങ് ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ഹെഡിങ് 2 ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്, ടൈറ്റിൽ ഒരു സ്റ്റൈൽ ടെംപ്ലേറ്റ് ആണ്. അങ്ങനെ മൊത്തം എല്ലാം കൂടി ചേർത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 4096, 4079 എന്ന് പഠിക്കരുത്, അത് എവിടെയെങ്കിലും നിങ്ങൾ കാണും, അതല്ല, 4096 സ്റ്റൈലുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 ഉള്ളതെന്ന് പഠിച്ചിരിക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007 4096 സ്റ്റൈലുകളാണ് ഉള്ളത്. അതിൽ 9 ഹെഡിങ് സ്റ്റൈലാണെന്ന് പഠിക്കണം. 9 ഹെഡിങ് സ്റ്റൈൽ ഉൾപ്പെടെ 4096 സ്റ്റൈലുകളാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിലുള്ളത് എന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ഇനി അവിടുത്തെ ഡിഫോൾട്ടായിട്ടുള്ള കാര്യമാണ് ഡിഫോൾട്ട് സ്റ്റൈൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നോർമലാണ്. ഡിഫോൾട്ട് സ്റ്റൈൽ ഇവിടെ എന്താണ്? നോർമലാണെന്ന് പഠിക്കുക. ക്ലിയർലി? കാരണം നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് സ്റ്റൈലാണ്. ടെക്സ്റ്റിൽ എന്ത് വരുന്നു? ഫോർമാറ്റ് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിലവിലൊരു ഫോർമാറ്റ് ടെക്സ്റ്റിലുണ്ട്. ക്ലിയർലി? അപ്പോൾ ഇത് നോർമൽ സ്റ്റൈലാണ്. ഈ നോർമൽ സ്റ്റൈലാണ് ഈ കാണുന്നത്. അതായത് ഇവിടുത്തെ ഡിഫോൾട്ട് കാര്യങ്ങളെല്ലാം അടങ്ങിയതാണ് നോർമൽ സ്റ്റൈൽ. ഞാൻ വേറൊരു സ്റ്റൈൽ കൊടുത്താൽ ആ സ്റ്റൈലിലേക്ക് മാറി എന്നുള്ളതാണ്, തിരിച്ച് നോർമലായി. അതായത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്ത് ബോൾഡ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എൻ്റെ ചോദ്യമാണ്, ഈ പാരഗ്രാഫ് ഇപ്പോൾ നോർമൽ സ്റ്റൈലിലാണോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ അല്ല. കാരണം നോർമൽ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് ഡിഫോൾട്ട് സ്റ്റൈലാണ്. അപ്പോൾ കണ്ടോ, ഞാൻ നോർമലിലേക്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഡിഫോൾട്ടായിട്ട് മാറി. അവിടെ ബോൾഡ് പോയി. ബോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റൈലായിരുന്നു, ഇതിലില്ലാത്ത ഏതൊരു സ്റ്റൈലായി എന്നുള്ളതാണ്. നമുക്ക് കസ്റ്റം സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഓൺ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ സെലക്ട് ചെയ്ത പാരഗ്രാഫിന് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അല്ലെങ്കിൽ എന്താണ് റെഡ് കളറൊക്കെ വരണം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇടാം. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻറ്റിന് ഒരു സെയിം ഫോർമാറ്റ് ആയിരിക്കണം എപ്പോഴും. അപ്പോൾ ആ ഫോർമാറ്റുള്ള ഒരു സ്റ്റൈൽ എനിക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും? ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇടാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ സ്റ്റൈലെടുത്ത് അപ്ലൈ ചെയ്താൽ മതി. എപ്പോഴും എന്ത് ചെയ്യണ്ട, ഓരോന്നായിട്ട് കൊടുക്കണ്ട. ഇപ്പം ഞാനിപ്പോൾ ഇതിന് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ, അലൈൻമെൻറ്റ്, ജസ്റ്റിഫൈ ഇങ്ങനെയൊക്കെ കൊടുക്കണ്ട. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റൈലിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് കംപ്ലീറ്റ് ഇവിടെ ആവും. ക്ലിയർലി? അത് കംപ്ലീറ്റ് ഇവിടെ അപ്ലൈ ആവും. അപ്പോൾ അതാണ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമാറ്റുകൾ റെക്കോർഡ് ചെയ്ത് വെക്കും. ഫോർമാറ്റുകൾ എന്ത് ചെയ്ത് വെക്കും? ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഫോർമാറ്റ് നമുക്ക് എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫോർമാറ്റ് ഇവിടെ അപ്ലൈ ആവും. അപ്പോൾ നിലവിൽ കുറേ ഫോർമാറ്റുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർമാറ്റുകൾ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണ് നോർമൽ ഡിഫോൾട്ട് സ്റ്റൈലാണ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ടുള്ള ഫോർമാറ്റാണ് ഇവിടെ ഉള്ളത്, നോർമൽ സ്റ്റൈലിലുള്ളത്. സോ നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് ഏത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, കാലിബറി ബോഡി. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് സൈസ് 11 നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് സ്റ്റൈല് റെഗുലറാണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ ഫോണ്ട് കളറ് ഓട്ടോമാറ്റിക് ആണ്. ക്ലിയർ അല്ലേ? നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ അണ്ടർലൈൻ സ്റ്റൈൽ നണ്ണാണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്. നോർമൽ സ്റ്റൈൽ കണ്ടെയ്ൻ പാരഗ്രാഫ് സ്പേസിങ് ആഫ്റ്റർ 10 പോയിൻ്റ് ആണ്. അപ്പോൾ ഇത് നോർമലാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടാണ്. ഡിഫോൾട്ട് സ്റ്റൈൽ നോർമലാണ്. നോർമൽ സ്റ്റൈലിന് ഷോർട്ട് കട്ട് കീ ഉണ്ട്, മറന്നുപോലെ. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+N എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, Ctrl+Shift+N ആണ് നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക. റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് Ctrl+Q ആണ്. ഓർമ്മിച്ചിരിക്കുക. റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് Ctrl+Q ആണ് ഷോർട്ട് കട്ട് കീ. അത് ഓർമ്മിച്ചുകൊണ്ട് റിമൂവ് പാരഗ്രാഫ് ഫോർമാറ്റ് എന്നൊരു ചോദ്യം വന്നാൽ ആൻസർ Ctrl+Q ആണ്. ഇവിടെ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് എന്താണ്? നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+N ആണെന്ന് പഠിക്കുക. നോർമൽ സ്റ്റൈലിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+N ആണ്. ഇപ്പം ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ ഇപ്പം നിലവിൽ എന്തല്ല, നോർമൽ സ്റ്റൈലല്ല. ഞാൻ Ctrl+Shift+N കൊടുത്തു, എന്തായി മാറി? നോർമൽ സ്റ്റൈലായിട്ട് മാറി. ഇപ്പം നോർമൽ സ്റ്റൈലാണ്. ക്ലിയർലി? അപ്പം നോർമൽ സ്റ്റൈൽ, അതാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ടോട്ടൽ 4096 സ്റ്റൈലുകളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് എന്നുള്ളത് അവിടെ ഓർമ്മിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഈ സ്റ്റൈൽ പഠിക്കാനുള്ളത് സ്റ്റൈൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ്. സ്റ്റൈൽ ഗ്രൂപ്പ് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് Ctrl+Shift+S. അതാണ്ട് അപ്ലൈ സ്റ്റൈൽ ഗ്രൂപ്പ് ഇവിടെ എന്തായി വന്നു?
ഓപ്പൺ ആയി വന്നു. കണ്ടോ, സ്റ്റൈൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+S. ഓർമ്മിക്കുക, സ്റ്റൈൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Shift+S എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? Ctrl+Shift+S ആണ് സ്റ്റൈൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പഠിക്കേണ്ടതാണ്, ഇവിടെ നോക്കിക്കോ. ഇനി ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ ഇനി പഠിക്കേണ്ട ഒരു കാര്യം റിവീൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. റിവീൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന്, റിവീൽ ഫോർമാറ്റിംഗ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. റിവീൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമാറ്റുകൾ വെളിപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഫോർമാറ്റുകൾ എന്ത് ചെയ്യുക? വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ ബോൾഡ് ചെയ്തു, അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഏരിയൽ ബ്ലാക്ക് ഫോണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു എന്താണ് ഏതോ ഒരു ഫോണ്ട് കൊടുത്തു, ഇറ്റാലിക്സ് അണ്ടർലൈൻ. ഓക്കെ, ഞാൻ കളർ ഗ്രീൻ കൊടുത്തു, ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതുപോലെ ഞാൻ അടുത്തൊരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു, ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ. ഓക്കെ, ഒരു ഫോണ്ട് കൊടുത്തു, എന്താണ് കളർ ഒരു കളർ കൊടുത്തു. ഓക്കെ, ഓക്കെ ക്ലിയർ. അപ്പോൾ ഇവിടെ രണ്ട് ഫോർമാറ്റിലുള്ള രണ്ട് പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ പാരഗ്രാഫിൽ എന്തൊക്കെ ഫോർമാറ്റാണ് ഉള്ളത് എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാണ് അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് റിവീൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഉപയോഗം വരുന്നത്. എന്താണ് റിവീൽ ഫോർമാറ്റിംഗ്? ഫോർമാറ്റുകൾ വെളിപ്പെടുത്തുക. അപ്പോൾ അതെങ്ങനെ ഫോർമാറ്റ് വെളിപ്പെടുത്തുക, അല്ലെങ്കിൽ റിവീൽ ഫോർമാറ്റിംഗ് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, റിവീൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത് സ്റ്റൈൽസ് ഗ്രൂപ്പാണ്. ഈ കാണുന്നത് സ്റ്റൈൽസ് ഗ്രൂപ്പാണ്. ഈ സ്റ്റൈൽസ് ഗ്രൂപ്പിൽ ദാണ്ട ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റൈൽ വിൻഡോ. ഓർമ്മിച്ചിരിക്കുക, സ്റ്റൈൽ വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റൈൽ വിൻഡോ എടുക്കുക. സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് കീ ഉണ്ട്, Alt+Ctrl+Shift+S ആണ്. ഓർമ്മിച്ചിരിക്കുക, Alt+Ctrl+Shift+S ആണ് സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ. മറക്കല്ലേ, Alt+Ctrl+Shift+S കൊടുത്ത് നമുക്ക് ഏത് ഓപ്പൺ ചെയ്യാം? സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യാം. കണ്ടില്ലേ, സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ആയി. ഞാൻ ക്ലോസ് ചെയ്ത് സ്റ്റൈൽ വിൻഡോ ഒന്നുകൂടി നോക്കാം. Alt+Ctrl+Shift+S, മറക്കല്ലേ, Alt+Ctrl+Shift+S കൊടുക്കുമ്പോൾ ഏത് ഓപ്പൺ ആയി? സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ആയി. അപ്പോൾ ഇത് സ്റ്റൈൽ വിൻഡോ ആണ്. അപ്പോൾ ഈ സ്റ്റൈൽ വിൻഡോയിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് സൂം ചെയ്ത് നോക്കിക്കോണേ. സ്റ്റൈൽ വിൻഡോയിൽ താഴെ താണ്ട ഈ ഭാഗത്തായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പേര് സ്റ്റൈൽ ഇൻസ്പെക്ടർ എന്നാണ്. കാണാമല്ലോ അല്ലേ എല്ലാവർക്കും? സ്റ്റൈൽ ഇൻസ്പെക്ടർ. ഞാൻ ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ് ഇതിനെ. ഇവിടെ വെച്ചു നോക്ക്. ഇവിടെ താഴെ അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പേരാണ് സ്റ്റൈൽ ഇൻസ്പെക്ടർ. ഓർമ്മിച്ചിരിക്കുക, സ്റ്റൈൽ ഇൻസ്പെക്ടർ. ഞാൻ ഈ സ്റ്റൈൽ ഇൻസ്പെക്ടറിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നോക്കിയാൽ സ്റ്റൈൽ ഇൻസ്പെക്ടറിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ആര് വന്നു? സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് പാൻ വന്നു. ഓക്കെ, അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വേണ്ടത് എന്താണ്? റിവീൽ ഫോർമാറ്റിംഗ് എടുക്കുക എന്നുള്ളതാണ്. റിവീൽ ഫോർമാറ്റിംഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റൈൽ വിൻഡോ വന്നു. സ്റ്റൈൽ വിൻഡോയിൽ നിന്ന് ഞാൻ ആരെ എടുത്തു? സ്റ്റൈൽ ഇൻസ്പെക്ടർ എടുത്തു. സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് പാൻ വന്നു. ഈ സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് പാനിൽ ഇതാണ് ഇവിടെ എയും ഒരു മാഗ്നിഫയറിൻ്റെ സിമ്പലും ഉള്ള ഒരു ഓപ്ഷൻ ഇരിക്കുന്നുണ്ടോ? ഇതിൻ്റെ പേരാണ് റിവീൽ ഫോർമാറ്റിംഗ്. നോക്ക്, ഇതിൻ്റെ പേരാണ് എന്ത്? റിവീൽ ഫോർമാറ്റിംഗ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ നിന്ന് സ്റ്റൈൽ വിൻഡോ എടുത്തു. സ്റ്റൈൽ വിൻഡോയിൽ നിന്ന് ആരെ എടുത്തു? സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് പാൻ എടുത്തു. സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് പാനിൽ നിന്ന് ആരെ എടുത്തു? റിവീൽ ഫോർമാറ്റിംഗ് എടുത്തു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് റിവീൽ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്തു. നോക്ക്, റിവീൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്തു. റിവീൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ നോക്ക്, റൈറ്റ് സൈഡിൽ എന്ത് വന്നു? റിവീൽ ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സ് വന്നു. കണ്ടോ, റിവീൽ ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സ് ഇവിടെ റൈറ്റ് സൈഡിൽ വന്നു. ഈ റിവീൽ ഫോർമാറ്റിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ഫോർമാറ്റിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഓർമ്മിക്കുക, റിവീൽ ഫോർമാറ്റിങ്ങിൻ്റെ മറ്റൊരു പേരെന്ത് എന്ന് ചോദിച്ചാൽ മറക്കല്ലേ പിള്ളേരെ? ഫോർമാറ്റിംഗ് പ്രോപ്പർട്ടീസ്. പേപ്പർട്ടി അല്ല, പ്രോപ്പർട്ടീസ്. ഫോർമാറ്റിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പഠിക്കുക. അപ്പോൾ ഇവിടെ റിവീൽ ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സ് വന്നു. ആ ഡയലോഗ് ബോക്സിൽ നമുക്ക് ഇനി ഇതൊന്നും വേണ്ട, ഇതൊക്കെ ക്ലോസ് ചെയ്തു. നമുക്ക് ഒരു പാരഗ്രാഫ് ഞാൻ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഒരു പാരഗ്രാഫ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ വരുന്നത്. ഫോണ്ട് സൈസ് 16, ബോൾഡാണ്, ഇറ്റാലിക്കാണ്, അണ്ടർലൈനാണ്, കളർ ഗ്രീൻ ആണ്. പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് ലെഫ്റ്റ്, ഇൻഡൻറ്റേഷൻ 0. ഓക്കെ, ഞാൻ അടുത്ത പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്ക്, ഞാൻ അടുത്ത പാരഗ്രാഫിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഏജൻസി FB എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. 11 ഫോണ്ട് സൈസാണ്, ബോൾഡാണ്, അണ്ടർലൈൻഡ് ആണ്, ഫോണ്ട് കളർ റെഡ് ആണ്, അലൈൻമെൻറ്റ് സെൻറ്റർ ആണ്, ലൈൻ സ്പേസിങ് ഡബിൾ ആണ്, ടാബ് സ്റ്റോപ്പ് 1.81 ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെയോ
എന്തൊക്കെ മാറ്റം ഉണ്ടോ അതെല്ലാം അവിടെ കാണിച്ചു. അടുത്ത ഞാൻ ഇത് കൊടുത്തു ഡിഫോൾട്ട് ലൈൻ സ്പേസ്. അപ്പോൾ ഡിഫോൾട്ട് ഫോണ്ട് കാലിബറി ബോഡി 11 ഫോണ്ട് സൈസ്. കാരണം ഇതാണ് ഈ പാരഗ്രാഫാണ്. ഈ പാരഗ്രാഫ് ഡിഫോൾട്ടാണ്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ ഒരു പാരഗ്രാഫിൻ്റെ ഫോർമാറ്റുകൾ ഏതൊക്കെയാണ് എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റിവീൽ ഫോർമാറ്റിംഗ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് വളരെ പ്രധാനം. അത് എടുക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ പോയി എന്നുള്ളതാണ്. അതിലെന്ത് ചെയ്തു, ഇവിടുന്ന് സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്തു. അതിൽ എന്തെടുത്തു, സ്റ്റൈൽ ഇൻസ്പെക്ടർ ടാസ്ക് മാൻ എടുത്തു. അതിലെന്തെടുത്തു, റിവീൽ ഫോർമാറ്റിംഗ് എടുത്തു. ക്ലിയർലേ? അപ്പോൾ ഇത് ഓർമ്മിച്ചിരിക്കുക. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, റിവീൽ ഫോർമാറ്റിങ്ങിന് ഷോർട്ട് കട്ട് കീ ഓർമ്മിച്ചിരിക്കുക. ഷിഫ്റ്റ് F1 ആണ് റിവീൽ ഫോർമാറ്റിങ്ങിന് ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. റിവീൽ ഫോർമാറ്റിങ്ങിന് ഷോർട്ട് കട്ട് കീ കൊടുക്കാൻ പറ്റും. ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് F1 ആണ്. അപ്പോൾ ഇത്രയും പഠിക്കുമ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പ് തീർന്നു? സ്റ്റൈൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ പിള്ളേരെ? സ്റ്റൈൽ ഗ്രൂപ്പ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ.